അഞ്ചാമത്തെ ചാപ്റ്റർ അഡൽട്ട്ഹുഡ്, ലേറ്റ് അഡൽട്ട്ഹുഡിനെ കുറിച്ചാണ്. അതായത് ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 65+, അതാണ് 85 വരെ ലേറ്റ് അഡൽട്ട്ഹുഡ്. ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ 85-ന് മുകളിലേക്ക്. അപ്പോൾ രണ്ടും കൂടി ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ 65+, ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ 85+. അപ്പോൾ ഒരു 100-120 വയസ്സ് വരെയൊക്കെയാണ് മനുഷ്യൻ്റെ ആയുസ് എന്നാണ് പറയണത്. അപ്പോൾ 100 വയസ്സ് വരെയെങ്കിലും നമുക്ക് നോക്കാം അല്ലേ? നമുക്കൊക്കെ എത്ര വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്? ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്? അയ്യോ, 75-ന് മരിക്കുന്നത് ആരോ പറഞ്ഞ? പ്രവീണച്ചനാണോ? അയ്യോ, റിട്ടയർഡ് ആയിട്ട് ജീവിക്കണ്ട. അപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുക. എല്ലാ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കി നമ്മുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിക്കണ്ട. നമുക്ക് ദൈവം തരുന്ന ആയുസ്, എന്നാലും ഒരു ആഗ്രഹം അല്ലേ? മറ്റുള്ളവർക്ക് ഭാരമാവണ്ടെന്നല്ലേ? ഓട്ടോമാറ്റിക്കലി നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഭാരമാവാണ്ട് പറ്റില്ലല്ലോ. നമുക്ക് മറ്റുള്ളവർ ഭാരമായിരുന്നില്ല ഒരു കാലത്ത്, ഇനി നമ്മൾ മറ്റുള്ളവർക്ക് ഒരു കാലത്ത് ഭാരമാവും. ഇതൊക്കെ സൈക്ലിക് പ്രോസസ്സ് അല്ലേ, അങ്ങനെയൊക്കെ പോവും. അപ്പോൾ ഒരുപാട് ടെൻഷനൊന്നും അതിനെക്കുറിച്ച് വേണ്ട. അപ്പോൾ നമുക്ക് വളരെ ലൈവായിട്ട് ബ്ലിസ്ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ 65+, ദെൻ 85+. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഏജിങ്ങിൻ്റെ പല കാറ്റഗറി. എന്താണ് ഓപ്റ്റിമൽ ഏജിങ് എന്ന് പറഞ്ഞാൽ? റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽസ് ഹൂ മെയിൻറ്റെയിൻ ബെറ്റർ ഹെൽത്ത്. അതായത് നല്ല ആരോഗ്യമുള്ള, നല്ല വെൽബീയിങ് ഉള്ള, സോഷ്യലി നല്ല വെൽബീയിങ്, മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് പോകുന്ന, വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത, അവരുടെ ഏജ് ഗ്രൂപ്പിനോട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഹെൽത്തുള്ള, ശാരീരിക ആരോഗ്യമുള്ള, വെൽബീയിങ് ഉള്ള ആളുകളെയാണ് ഓപ്റ്റിമൽ ഏജിങ് എന്ന് പറയാം. അതായത് ഇപ്പോൾ എനിക്ക് 60 വയസ്സുണ്ടെങ്കിൽ 60 വയസ്സുള്ള ആളുകളോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ അവരെക്കാളും ബെറ്റർ ഹെൽത്തിൽ ആയിരിക്കുകയാണെങ്കിൽ അത് ഓപ്റ്റിമൽ ഏജാണ്. നോർമൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ ഇപ്പോൾ 60 വയസ്സുണ്ടെങ്കിൽ 60 വയസ്സിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉൾക്കൊള്ളുക, അതിനുള്ള ഹെൽത്തിൻ്റെ ചേഞ്ചസും സോഷ്യൽ ചേഞ്ചസും ഒക്കെ അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കും കുറച്ച് നോർമൽ ഏജിങ് ആണ്. എനിക്ക് വയസ്സായി, 60 കഴിഞ്ഞു, ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ ഓടാൻ പറ്റില്ല, ദേഹത്തൊക്കെ വേദനയുണ്ട്, മനസ്സ് വിചാരിച്ചാലും ശരീരം നീങ്ങണില്ല എന്നൊരു ചെറിയ തോന്നലൊക്കെ ആയി തുടങ്ങും. അതാണ് നോർമൽ ഏജിങ് എന്ന് പറയാം. ഓപ്റ്റിമൽ ഏജ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ആളുകളെക്കാൾ അപ്പുറത്ത് ഓടാനും ചാടാനും ഞാൻ ശ്രമിക്കും. അവർ ഓപ്റ്റിമൽ ഏജുകാർ, അവർക്ക് വലിയ പ്രോബ്ലംസ് ഇല്ല. പൂവർ ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഷെയർ കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ വായിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ കാണാം. അപ്പോൾ പൂവർ ഏജിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് 60 ഉള്ളതെന്നുണ്ടെങ്കിലും 80 വയസ്സിൻ്റെ ഹെൽത്ത് ഇഷ്യൂസും ഗ്രേറ്റർ ഡിപ്പെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് പൂവർ ഏജ് എന്ന് പറയാം. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സക്സസ്ഫുൾ ഏജിങ്. സക്സസ്ഫുൾ ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ അത് എത്രത്തോളം അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ആക്റ്റീവായിട്ടും അവർ പോസിബിൾ ആകുന്ന കാര്യങ്ങൾ, അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൺ ഈ ഫിസിക്കൽ ഓർ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഭംഗിയായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവർ ആ ചേഞ്ചിനോട് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ സ്ട്രാറ്റജീസ് ലൈക്ക് കോമ്പൻസേറ്റിംഗ് ഫോർ ലോസസ് ഇൻ എബിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയിരുന്ന ആളാണ്, 75 വയസ്സായി, പണ്ടത്തെ പോലെ ഡ്രൈവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു കൂട്ടുകാരൻ ആ വഴിക്ക് പോകുന്നുണ്ട്, അവരെക്കാളും ചെറുപ്പമുള്ള ആളാണ്, ആൾ പോകുന്നുണ്ട്, പള്ളിയിലേക്ക് പോകുന്നുണ്ട്, ഡെയിലി തന്നെ ഡ്രൈവ് ചെയ്ത് പോയിരുന്ന ആളാണ്. അപ്പോൾ കൂട്ടുകാരനോട് പറഞ്ഞത് ഈ ഭൂമി എന്നെയും കൂടി ഒന്ന് കയറണം. അപ്പോൾ അവൻ്റെ നീഡ് അവൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, ആക്റ്റീവാണ് മനസ്സുകൊണ്ട്. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവൻ മാർഗങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ. യൂസിങ് ഓൾട്ടർനേറ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് വൺ ക്യാൻ നോ ലോങ്ങർ ഡ്രൈവർ. അതാണ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ഓൾട്ടർനേഷൻ ഞാൻ കണ്ടെത്തി. അതാണ് സക്സസ്ഫുൾ ഏജിങ് എന്ന് പറയുമ്പോൾ. നമ്മൾ ഡെയിലി ചെയ്യുന്ന റുട്ടീൻസൊക്കെ ഞാൻ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിന് പറ്റിയ ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തി ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നു. എൻ്റെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷനിൽ കുഴപ്പമില്ലാണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് സക്സസ്ഫുൾ ഏജിങ്. അല്ലാണ്ട് എന്നും മെൻ്റൽ ഹെൽത്തോടു കൂടി
ഡ്രൈവ് ചെയ്യാൻ അർത്ഥമില്ല, ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ അർത്ഥമില്ല. എങ്ങനെയാണെങ്കിലും എൻ്റെ കാര്യങ്ങൾ ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. ഇനി അടുത്തതോ, റോൾ ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ്. ചിലപ്പോഴെങ്കിലും ഹെൽപ്പിംഗ് ഓൾഡർ അഡൽട്ട്സ് നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ചിലപ്പോൾ മറ്റുള്ളവർ നമ്മൾ പ്രൊഫഷണൽസിനെ ആശ്രയിക്കണമെങ്കിൽ നമ്മൾ ആശ്രയിക്കും. വെറുതെ ഇല്ലസിനെ മാത്രം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട്, നല്ലൊരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാറ്റണം, അതിന് വേണ്ടി. ഷിഫ്റ്റ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏജിങ് ആൻഡ് സപ്പോർട്ടിങ് പേഷ്യൻസ് ടു ലീഡ് എ ഫുൾഫില്ലിംഗ് ലൈഫ്. എൻ്റെ ലൈഫ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൂടി ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സഹായം ഞാൻ ആശ്രയിക്കും. ഇനി അടുത്ത് ഏജിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏജിങ് ഈസ് എ പ്രോസസ് വെയർ ബോഡി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ സ്ലോലി ബ്രേക്ക് ഡൗൺ ഓവർ ടൈം. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് പ്രായമാകുന്നു. നിങ്ങൾക്കറിയാം, പ്രായമാകുമ്പോൾ മനുഷ്യന് വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഊഹിക്കുക, ആലോചിക്കുക. ഹാവിങ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് അബൌട്ട് ഏജിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റേയിങ് ഹെൽത്തി ആൻഡ് ലിവിങ് ലോങ്ങർ. ഇറ്റ്സ് ഓൾസോ എസെൻഷ്യൽ ടു ചലഞ്ച് കോമൺ നെഗറ്റീവ് ഒരുപാട് നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായമായ ഓൾഡർ ഗ്രൂപ്പിനെ കുറിച്ച് കുറേ സ്റ്റീരിയോ ടൈപ്സ് നിലനിൽക്കുന്നുണ്ട്. അവരാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടും, അടങ്ങി ഒതുങ്ങിയിരിക്കില്ല, എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ തട്ടി വലിച്ചിടും, ഹൈപ്പർ ആക്റ്റീവായിട്ട് നടക്കണ പോലെ ചെറുപ്പക്കാർക്ക് തോന്നും. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ യങ്ങർ ഫീലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രായമായി എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ അടിച്ചമർത്തുന്ന ഒരു രീതി ചെറുപ്പക്കാർക്കുണ്ടാകാം. അപ്പോൾ അത് ഇവരെ നെഗറ്റീവ്ലി ബാധിക്കാം. അപ്പോൾ സത്യത്തിൽ ഏജിങ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ നമ്പർ മാത്രമല്ല. അങ്ങനെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ഏജിങ് എന്നത് മനസ്സ് ഒരു നമ്പർ മാത്രമാണെന്നൊക്കെ പറയുന്നത് ശരിയല്ല. നമ്പറാണ്, നമ്പറിനനുസരിച്ചുള്ള ചേഞ്ചസും നമുക്ക് ഉണ്ടാകും എന്ന് നമ്മൾ അംഗീകരിക്കുന്നതാണ് റിയൽ ആയിട്ടുള്ള ഏജിങ് എന്ന് പറയാം. ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി ഏജിങ്. എന്താണ് പ്രൈമറി ഏജിങ്? രണ്ട് തരത്തിൽ നമുക്ക് ഏജിങ്ങിനെ കാണാം. പ്രൈമറി ഏജിങ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ചേഞ്ചസ് ആണ്. ഞാൻ പ്രായമാകുന്നതിനനുസരിച്ച്, ബയോളജിക്കലി ഞാൻ പ്രായമാകുന്നതിനനുസരിച്ച് എനിക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എൻ്റെ ശരീരത്തിൽ, മനസ്സിൽ, സോഷ്യൽ ലൈഫിൽ, എൻ്റെ ആക്ടിവിറ്റീസിൽ, എൻ്റെ സെൻസ് ഓർഗൻസിൽ ഒക്കെ എല്ലാത്തിലും വരുന്ന എൻ്റെ തൊലി ചുരുളും, മുടി നരയ്ക്കും, കേൾവി നഷ്ടപ്പെടും, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും, കണ്ണിൻ്റെ നഷ്ടപ്പെടും. അതൊക്കെ ചേഞ്ചസ് ആർ ഇൻഎവിറ്റബിൾ ബട്ട് ക്യാൻ ബി ചേഞ്ച്ഡ് വിത്ത് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ചിലപ്പോൾ ഇതൊക്കെ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അവോയ്ഡിങ് ടു മച്ച്, ഒരുപാട് വെയിൽ കൊള്ളുക, ഒരുപാട് ഭക്ഷണം കഴിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി ഒരു ബാലൻസ്ഡ് പേഴ്സണൽ ലൈഫ് നമ്മൾ ലീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിൽ നമുക്ക് കുറച്ചൊക്കെ രക്ഷ നേടാനായിട്ട് പറ്റും. പ്രൈമറി ഏജിങ്ങിൽ നിന്ന് കുറച്ച് രക്ഷ നേടാൻ പറ്റും. സെക്കൻഡറി ഏജിങ് എന്ന് പറയുന്നത് ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. ദാറ്റ് ആർ നോട്ട് എ ഗ്യാരണ്ടീഡ് പാർട്ട് ഓഫ് ഏജിങ് ബട്ട് ഹാപ്പൻ ഡ്യൂ ടു ലൈഫ് സ്റ്റൈൽ ചോയ്സസ്. പണ്ട് കാലത്ത് നമ്മൾ നല്ല ലൈഫ് ചോയ്സസ് നടത്താത്തതുകൊണ്ട് ഇന്ന് നമുക്ക് പല പ്രശ്നങ്ങളുണ്ടായി. ചിലപ്പോൾ ഇപ്പോൾ കള്ളുടിക്കുന്നവർ, അല്ലെങ്കിൽ ബീഡി വലിക്കുന്നവർ, വേണ്ടത്ര ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാത്തവർ, അങ്ങനെ പലതരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇംപ്രോപ്പറായിട്ടുള്ള നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ. അതാണ് സെക്കൻഡറി ഏജിങ് എന്ന് പറയുന്നത്. പ്രൈമറി ഏജിങ് നമ്മളിതൊന്നും ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രായം കൊണ്ട് നമുക്ക് വരുന്ന പ്രത്യേകതകളാണ്. അതാണ്. അടുത്തത് ചേഞ്ചസ് ഇൻ ദ ബോഡി, സ്കിൻ ആൻഡ് ഹെയർ. ആസ് പീപ്പിൾ ഏജ്, സ്കിൻ ബിക്കംസ് തിന്നർ, ലെസ് ഇലാസ്റ്റിക്, മോർ പ്രോൺസ് ടു സ്കാർസ്, ഹെയർ ടേൺസ് ഗ്രേ, അങ്ങനെ ബിക്കംസ് മോർ. ഇതൊക്കെ നമുക്ക് പ്രായത്തിൽ വരുന്ന പ്രത്യേകതകൾ. തൊലിയിലും മുടിയിലും, ഹൈറ്റിലും വെയ്റ്റിലും. ഒരുപാട് ഹൈറ്റുള്ളവരൊക്കെ ചിലരിങ്ങനെ കുനിഞ്ഞ് നടക്കണ കാണാം. സ്പൈൻ്റെ കപ്പാസിറ്റി പോയി, മസിൽസ് വേണ്ടതുപോലെ വർക്കും ചെയ്യുന്നില്ല, വീക്കെൻഡായി. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഏജിലുണ്ടാകുന്നു. ഈ അടുത്ത തിയറീസ് ഓഫ് ഏജിങ്, പ്രധാനപ്പെട്ട തിയറീസ്. ഒന്നാമത്തെ തിയറിയാണ് ബയോകെമിക്കൽ തിയറീസ് ഓഫ് ഏജിങ്. എന്താണ് ബയോകെമിക്കൽ തിയറി? ഫ്രീ റാഡിക്കൽ തിയറി. ഫ്രീ റാഡിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. നമ്മുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ശരീരം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ഒരുതരം തുരുമ്പെടുക്കൽ പ്രക്രിയയാണ് ലളിതമായിട്ട് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ തിയറി എന്ന് പറയുന്നത്. നമ്മുടെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന തുരുമ്പെടുക്കൽ.
ഇപ്പോൾ ഓവർ യൂസ് കത്തി നമ്മൾ കൂടുതൽ ഉപയോഗിക്കാണ്ടിരുന്നാൽ, കുറേ ഉപയോഗിക്കാണ്ടിരുന്നാൽ തുരുമ്പെടുക്കും. ഒരുപാട് ഉപയോഗിച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കാലത്തേക്ക് നല്ലോണം മൂർച്ചയുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് നാശമായി പോകും. അതുപോലെയാണ് ഈ ഫ്രീ റാഡിക്കൽ തിയറി എന്ന് പറയുന്നത്. ഫ്രീ റാഡിക്കൽ ഡാമേജ് എന്ന് പറയുന്നത് അതിനെയാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലെ തന്മാത്രകളിലാണ്, മോളിക്യൂൾസാണ്, അത് ഇലക്ട്രോണുകൾ ജോഡികളായാണ് കാണപ്പെടുക. നമ്മുടെ ശരീരത്തിലെ തന്മാത്രകളിലെ ഇലക്ട്രോണുകൾ ജോഡികളായിട്ടാണ് കാണപ്പെടുക. എന്നാൽ ചില കാരണങ്ങളാൽ, ഉദാഹരണം അന്തരീക്ഷത്തിലെ മലിനീകരണം, പുകവലി, പിന്നെ മോശമായിട്ടുള്ള ഭക്ഷണം, ഇവയൊക്കെ കാരണം ഈ ജോഡി തെറ്റും. ചില ജോഡി നശിച്ചു, ഒരു ജോഡി രണ്ട് പേരുണ്ടായ ഒരു ജോഡി ഒന്നായിട്ട് മാറും, ഒറ്റ ഇലക്ട്രോണായിട്ട് മാറും. അങ്ങനെ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള അസ്ഥിരമായ മോളിക്യൂൾസ് ഉണ്ടാവും. അവയെയാണ് നമ്മൾ ഫ്രീ റാഡിക്കലുകൾ എന്ന് പറയാം. ഈ ഫ്രീ റാഡിക്കലുകൾക്ക് ഒരു ഇലക്ട്രോൺ കുറവായതിനാൽ അവർ എപ്പോഴും എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ മറ്റ് ആരോഗ്യമുള്ള ജോഡിയിലെ ഇലക്ട്രോണുകളെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിൽ നിന്നൊരു ഹെൽത്തി ഇലക്ട്രോണുകളിൽ നിന്ന് ഒരെണ്ണത്തിനെ ഇവർ ആക്രമിച്ച് കീഴടക്കി ഇവരുടെ കൂടെ നിർത്തും. അപ്പോൾ അവിടെ മറ്റത് ഒറ്റപ്പെട്ടു, അത് അടുത്ത തന്മാത്രനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ ശരീരത്തിൽ ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഈ ഫ്രീ റാഡിക്കൽ തിയറി നമ്മളോട് പറയുന്നത്. ഇപ്പോൾ തുടർച്ചയായ ഇങ്ങനെയുള്ള ആക്രമണം സെല്ലിൻ്റെ മെംബ്രെയിനെയും പ്രോട്ടീനുകളെയും DNA ഒക്കെ ആക്രമിച്ച് അത് നശിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ വരുന്നത് കൊണ്ട് കാലക്രമേണയുള്ള നാശം ഒരു ദിവസം കൊണ്ടോ പെട്ടെന്ന് ഒരു വർഷം കൊണ്ടോ സംഭവിക്കുന്നതല്ല, കുറേ കാലങ്ങൾ കൊണ്ട് ഇതിങ്ങനെ നന്നാക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ കോശങ്ങൾ നശിക്കാനിടവരും. അതാണ് ഫ്രീ റാഡിക്കൽ തിയറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലം എന്താണ്? വാർദ്ധക്യം വേഗത്തിൽ വരും എന്നുള്ളതാണ്. ചർമ്മത്തിൽ ചുളിവുകൾ വീഴും, പ്രായം തോന്നിക്കും. ഇതിൻ്റെ പ്രധാന ലക്ഷണമാണ്. അതിൻ്റെ പ്രതിരോധശേഷി കുറയുകയും ചെയ്യും. നമുക്കിത് തടയാനായിട്ട് എന്താണ് ഒരു വഴി? ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മൾ ആവശ്യമായ വിധത്തിൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കണം. ശരീരത്തെ ശാന്തമാക്കാനായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് കഴിയും. ഈ ചെയിൻ റിയാക്ഷൻ വരുമ്പോൾ സ്ട്രെസ്സ് കൂടും ശരീരത്തിൽ. സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ നമുക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ ചെയിൻ റിയാക്ഷൻ കൂടുതലാകും. അതിന് പകരമായിട്ട് നമ്മൾ മെഡിറ്റേഷനും നല്ല പുസ്തകങ്ങൾ വായിക്കുക, കുറച്ച് ഫ്രീ ടൈം എടുക്കുക, കുറച്ച് എൻജോയ്മെൻറ്റ് കാണുക, ഡോപാമിൻ വർദ്ധിപ്പിക്കുന്ന എക്സസൈസുകൾ ചെയ്യുക, നല്ല വൈറ്റമിനുള്ള ഫുഡുകൾ കഴിക്കുക, ഇലക്കറികൾ, നാരങ്ങ, നെല്ലിക്ക, പച്ചക്കറികൾ, നട്ട്സുകൾ, ഇതൊക്കെ ആവശ്യത്തിന് കുറേശ്ശെയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം കുറച്ചുകൂടി ബെറ്റർ ആവാനും റിലാക്സ്ഡ് ആവാനും തുടങ്ങും. ഈ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ എപ്പോഴും നമുക്ക് ഉപകാരം ഉണ്ടാക്കും. നമ്മുടെ ഈ നശീകരണത്തിൻ്റെ അളവ് ടൈം കുറയ്ക്കും എന്നാണ് സ്റ്റഡീസ് പറയാം. ആൻറ്റി ഓക്സിഡൻസ് ഇൻ ഫുഡ് നമ്മൾ എടുക്കുമ്പോൾ അത് കുറയ്ക്കും. ഇനി അടുത്തതാണ് പ്രോട്ടീൻ ക്രോസ് ലിങ്കിങ്. This theory explains glucose molecules can attack the protein. അതായത് നമുക്കറിയാം, ഓവർ ഷുഗർ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ പ്രോട്ടീനെ അറ്റാക്ക് ചെയ്യും. പ്രോട്ടീൻ നശിക്കുന്നത്, പ്രോട്ടീൻ്റെ കുറവ് വരുന്നത് അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗമാണ്. അത് പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര വാരി തിന്നതല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുന്നു, ബേക്കറി കഴിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ്റെ അളവ് കുറയും. ഈ പ്രോട്ടീൻ്റെ അളവ് കാലക്രമേണ കുറഞ്ഞു വരുമ്പോൾ അത് നമ്മളെ ഏജിങ്ങിലേക്ക് നയിക്കും. 30 വയസ്സായ ആൾ 50 വയസ്സിൻ്റെ പോലെ തോന്നും, 50 വയസ്സിൻ്റെ ആരോഗ്യമേ. അതിന് മുമ്പ് ക്ഷീണവും വിഷമവും പ്രയാസമൊക്കെ വരും. ബ്ലഡ് വെസൽസ് ചുരുങ്ങും, സ്റ്റിഫാവും, വഴക്കം ഇല്ലാതെ ജോയിൻറ്റ്സ് പെയിൻ വരും, അതിന് ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ വരും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ വേദന വരും. ഈ വേദന വരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? പോയി ഡോക്ടറെ കാണുക, ആവശ്യമില്ലാണ്ട് കുറേ മരുന്ന് കഴിക്കും. ആ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഭക്ഷണ രീതി മാറ്റാനല്ല നമ്മൾ ശ്രമിക്കണേ. നമ്മൾ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുമ്പോൾ വീണ്ടും നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിൻ്റെ അവസ്ഥയെ അത് ബയോളജിക്കൽ ക്ലോക്കിനെ അത് ബാധിക്കും, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ സൊല്യൂഷൻ എന്താണ്? റെഡ്യൂസിങ് ഷുഗർ ഇൻടേക്ക് മേ ഹെൽപ്പ് സ്ലോ ഡൗൺ ദിസ് പ്രോസസ്. മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. DNA ഡാമേജ്. ഓവർ ടൈം DNA ഇൻ അവർ സെൽസ് ഗെറ്റ്സ് ഡാമേജ്ഡ് ബൈ തിങ്സ് ലൈക്ക് പൊല്യൂഷൻ. അതായത് അന്തരീക്ഷത്തിലെ മലിനീകരണം, ടോക്സിൻസ്, നമ്മൾ അറിയാണ്ട് കഴിച്ചു കൂട്ടുന്ന ടോക്സിൻസ്, ഈവൻ എക്സ്പോഷർ ടു സൺലൈറ്റ് നമുക്ക് ആവശ്യത്തിന് വേണം. അത് 11-നും 3-നും ഇടയിലുള്ള സൺലൈറ്റ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ കൊള്ളണം എന്ന് പറയും. പക്ഷേ നമ്മൾ കൂടുതൽ സമയം പൊരിവെയിലത്ത് നിന്ന്
ഫുട്ബോൾ കളിച്ചു, അല്ലെങ്കിൽ നമ്മൾ പണിയെടുത്തു, ഒരു ശ്രദ്ധയില്ലാണ്ട് അങ്ങനെ സൺലൈറ്റ് കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ ദിസ് ക്യാൻ ഡാമേജ്, ഇത് അഫക്റ്റ് ഹൗ സെൽസ് ഫങ്ഷനെ ബാധിക്കും, ലീഡിങ് ടു ദ സൈൻ ഓഫ് ഏജിങ്. അത് നമ്മളെ കൂടുതൽ എളുപ്പത്തിൽ ഏജിങ്ങിലേക്ക് നമ്മളെ നയിക്കുക. അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? റെഡ്യൂസിങ് എക്സ്പോഷർ ടു ഹാംഫുൾ സം സബ്സ്റ്റൻസ് ക്യാൻ പ്രൊട്ടക്ട് DNA. അടുത്തത് ബയോളജിക്കൽ തിയറീസ്. ബയോളജിക്കൽ തിയറീസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംഡ് തിയറിയാണ്. എന്താണ് ഈ പ്രോഗ്രാംഡ് തിയറി? ദീസ് തിയറി സജസ്റ്റ് ദാറ്റ് ഏജിങ് ഈസ് ബിൽറ്റ് ഇൻ ടു അവർ ജീൻസ്. ഈ ഏജിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീൻസിൻ്റെ ഉള്ളിൽ തന്നെ പ്രീ പ്രോഗ്രാംഡാണ്. ഇൻ അതർ വേർഡ്സ്, ദ ബോഡി ഹാസ് എ ബയോളജിക്കൽ ക്ലോക്ക്. നമ്മുടെ ശരീരത്തിന് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അത് എല്ലാ ശരീരങ്ങൾക്കും ഒരുപോലെയുള്ള ബയോളജിക്കൽ ക്ലോക്ക്. ഈച്ച് പേഴ്സൺ ഈസ് ഡിഫറെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ഈ കാര്യത്തിലും അഡാപ്റ്റബിളാണ്, ആപ്ലിക്കബിളാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ ബയോളജിക്കൽ ക്ലോക്കാണ്, എല്ലാവരും ഒരുപോലെ ആവില്ല. ചില മനുഷ്യർ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്നതാണ്, ചിലർ ലേറ്റർ സ്ലീപ്പാണ്, ചിലർക്ക് ഏർലി സ്ലീപ്പാണ്. രാവിലെ കിടന്ന് ഉറങ്ങാൻ തോന്നും, രാത്രി എന്തോരം നേരം വേണമെങ്കിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരുടെ ബയോളജിക്കൽ ക്ലോക്കാണ്. അപ്പം എൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയും അത് ഫോം ചെയ്യുന്ന സമയത്ത് നല്ല, അതായത് പ്രായമാകുന്നതിന് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓൾറെഡി നമുക്ക് അതിന് മാറ്റം വരുത്താമായിരുന്നു. ഇപ്പോൾ രാത്രി 11-12 മണിക്കാണ് എല്ലാ ദിവസവും ഞാൻ ഫോണ് നോക്കിയിരുന്ന് കിടന്നുറങ്ങിയിരുന്നത് നല്ല കാലത്ത്. അപ്പോൾ പിന്നെ ഈ പ്രായത്തിൽ നമുക്ക് ഉറക്കം വരില്ല. പണ്ടത്തെ പോലെ ഫോൺ നോക്കാനായിട്ട് പറ്റുന്നില്ല, കോൺസെൻട്രേഷനും ഇല്ല, ബോധമില്ല, ബുദ്ധിയിലും ഒന്നുമില്ല. പക്ഷെ ഉറക്കം വന്നില്ല. കാരണം എന്താ, 12 മണി 1 മണി വരെ നല്ല കാലത്ത് നമ്മൾ ഫോൺ നോക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ആ വിധത്തിൽ സെറ്റായിപ്പോയി. അപ്പോൾ ഇവഞ്ച്വലി നമ്മുടെ സ്റ്റോപ്പ് ഫങ്ഷൻ, നമ്മുടെ ഫങ്ഷനൊക്കെ സ്റ്റോപ്പ് ആവുന്നത് കാണാം. അപ്പോൾ പ്രോഗ്രാംഡാണ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക്, നമ്മുടെ ശരീരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നല്ല കാലത്ത് നല്ലോണം ജീവിച്ച് നല്ല രീതിയിൽ പ്ലാനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ജീവിക്കുകയാണെങ്കിലോ പ്രായമാകുന്ന സമയത്തും ആ ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളത്. കണ്ടില്ലെങ്കിലും ചെവിയില്ലെങ്കിലും ഒന്നും നമ്മളത് ഫോളോ ചെയ്യാൻ തയ്യാറാകും. നമ്മൾ പ്രായമായ മനുഷ്യരെ ചിലരെ കണ്ടിട്ടുണ്ടാകാം. ഇനി ഹേയ്ഫ്ലിറ്റ് ലിമിറ്റ് തിയറി. എന്താണ് ഈ തിയറി ഉദ്ദേശിക്കുന്നത്? ദിസ് തിയറി കുറച്ച് പോയിന്റ്സ് കൂടി നമ്മൾ എഴുതി വെച്ചിട്ടുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ബയോളജിക്കൽ ക്ലോക്ക് കഴിയും. അപ്പോൾ ബയോളജിക്കൽ ക്ലോക്കിന് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് കൂടി പറയാം. കൃത്യസമയം കീപ്പ് ചെയ്യുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, രാത്രിയിലുള്ള നമ്മുടെ ഫോൺ ഉപയോഗം. ഫോണിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ ഉൽപ്പാദനത്തിൽ തടയുന്നത് ക്ലോക്കിനെ ആക്രമിക്കും. പ്രഭാത വെയിൽ, രാവിലെ വെയിൽ ഏൽക്കുന്നത് ബയോളജിക്കൽ ക്ലോക്കിനെ ചെയ്യാനായിട്ട് റീസെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്തതാണ് ഹേയ്ഫ്ലിറ്റ് ലിമിറ്റ് തിയറി. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധാരണ മനുഷ്യകോശത്തിന് അതിൻ്റെ ജീവിത കാലയളവിൽ നിശ്ചിത തവണ മാത്രം, നമുക്കറിയാം സെൽ ഡിവിഷനെ കുറിച്ചോ, അത് നമുക്ക് ഇഷ്ടംപോലെ സെൽ ഡിവൈഡ് ചെയ്യില്ല. ഒരു 40 മുതൽ 60 വരെ ഒരു സെൽ ഡിവിഷൻ ഒരാളുടെ ശരീരത്തിൽ ഏകദേശം നടക്കും. ഏകദേശം തവണ വരെയാണ് ശരാശരി കോശം വിഭജിക്കപ്പെടുക. ഈ പരിധിയെയാണ് നമ്മൾ ഹേയ്ഫ്ലിറ്റ് ലിമിറ്റ് എന്ന് പറയാം. അതായത് കോശം ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന സാധാരണ എത്ര തവണ, ഹേയ്ഫ്ലിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ഒരു മനുഷ്യൻ്റെ, സാധാ മനുഷ്യൻ്റെ ശരീരത്തിൽ ശരാശരി 50 പ്രാവശ്യം, അതായത് 40 to 60. ആഫ്റ്റർ ദാറ്റ് ദ സെൽസ് കാണ്ട് ഡിവൈഡ്. അതിനുശേഷം നമ്മുടെ കോശങ്ങൾ ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ അതിന് റിനോവേഷൻ ഇല്ല, റെജുവിനേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബോഡി സ്റ്റാർട്ട്സ് ടു ഷോ സൈൻസ് ഓഫ് ഏജിങ്. സെൽ ഡിവിഷൻ നടക്കുമ്പോൾ അതിന് റെജുവിനേഷൻ ഉണ്ട്. സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ആകുമ്പോൾ റെജുവിനേഷൻ ഇല്ല. അത് നമ്മളെ ഏജിങ്ങിലേക്ക് നയിക്കും. ഇനി അടുത്തതാണ് ബയോളജിക്കൽ ക്ലോക്ക് തിയറി. നേരത്തെ പറഞ്ഞ ഞാൻ ഒന്നുകൂടി തിയററ്റിക്കലായിട്ട് നമ്മൾ പറയുകയാണ്. അതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾക്കത് മനസ്സിലായി കാണും. ദിസ് തിയറി സ്റ്റേറ്റ് ദാറ്റ് ബോഡി ഹാസ് എൻ ഇന്റേണൽ ക്ലോക്ക്. എക്സ്റ്റേണൽ ക്ലോക്ക് മാത്രമല്ല, നമുക്കൊരു ഇന്റേണൽ ക്ലോക്ക് ഉണ്ട്. ദാറ്റ് കൺട്രോൾസ് ദ റേറ്റ് ഓഫ് ഏജിങ്. വൺസ് ദിസ് ക്ലോക്ക് ഹിറ്റ്സ് എ സർട്ടൻ പോയിന്റ് ദ ബോഡി സ്റ്റാർട്ട് ഷോയിങ് സൈൻസ് ഓഫ് ഏജിങ്. അതായത് ആ ഇന്റേണൽ ക്ലോക്ക് ഉള്ളതും വന്ന് മരിക്കാണ്ടിരിക്കില്ല, വയസ്സാവാണ്ടിരിക്കില്ല. നമ്മുടെ ഏജ് വരുമ്പോഴും നമ്മുടെ ഇന്റേണൽ ക്ലോക്ക് ചില സമയത്ത് ഹിറ്റാവും. നല്ല കാലത്ത് ചെയ്തിരുന്നത് പോലെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
ആ സമയത്ത് നമുക്ക് തന്നെ ചൂടുള്ളെടുത്ത് കുളിക്കാൻ പറ്റിയിരുന്നപ്പോൾ നമുക്ക് ഒരു ചൂടെണ്ണം ചൂടാക്കി കുളിക്കാൻ പറ്റില്ല, ആരെങ്കിലും കൊണ്ടുവന്നാലേ കുളിക്കാൻ പറ്റുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം മനസ്സുകൊണ്ട്. ഇങ്ങനെ നമ്മൾ ബയോളജിക്കൽ ക്ലോക്കിന് ത്രെറ്റായിട്ട് നമ്മുടെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ്, ഈ എല്ലാ തിയറിയുടെയും ഒരു ഭാഗത്ത് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് ഹോർമോണുകൾ പുറപ്പെടുവിക്കും. പ്രധാനമായും നമുക്കറിയാം സ്ട്രെസ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഒന്ന് കോർട്ടിസോളാണ്, രണ്ട് അഡ്രിനാലിനാണ്. അപ്പോൾ ഈ കോർട്ടിസോൾ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ അഡ്രിനാലിൻ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ അഡ്രിനാലിൻ നമ്മളെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ആണ്. കോർട്ടിസോൾ ഫൈറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും, അഡ്രിനാലിൻ ഫ്ലൈറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഫ്ലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക. ആ സാഹചര്യം പട്ടിനെ കണ്ടു പേടിച്ചു, അഡ്രിനാലിൻ ഉപയോഗിച്ചു, നമ്മൾ പട്ടിനെ കണ്ട് ഓടിപ്പോയി, അതിനെ ഫേസ് ചെയ്യാൻ ഓടിപ്പോയി. കോർട്ടിസോൾ ആണെങ്കിൽ അതിനെ എതിരിടാനായിട്ട് നമ്മൾ നോക്കും. ഈ രണ്ട് ഹോർമോണാണ് സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുക. ഇത് രണ്ടും നമ്മുടെ ശരീരത്തെ ഏജിങ്ങിലേക്ക് നയിക്കും. ഇനി അടുത്തതാണ് വിയർ ആൻഡ് ടിയർ തിയറീസ്, എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. നമുക്കറിയാം ദിസ് തിയറി സജസ്റ്റ് ഏജിങ് ഈസ് എ റിസൾട്ട് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ക്ലോക്ക് ഇന്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ച്, ഇന്റേണൽ ക്ലോക്കിനെ കുറിച്ചാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലോ ഇത് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. എനിക്കിത് ചുമയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്തിരി പിച്ച് കുറച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് തിരിയുമല്ലോ അല്ലേ. ഞാൻ ഈ പിച്ച് കുറയ്ക്കട്ടെ, ഇത്ര നേരം പിച്ച് ഓർക്കാണ്ട് ഞാൻ ഓർക്കം പറഞ്ഞു. കുഴപ്പമില്ലല്ലോ മക്കളെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആ, അതിനി വിയർ ആൻഡ് ടിയർ തിയറി എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ തിയറി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് സ്ട്രെസ്, പൊള്യൂഷൻ, പുവർ ഡയറ്റ് വിച്ച് സ്ലോലി വിയർ ദ ബോഡി ഡൗൺ ഓവർ ടൈം, അത് നമ്മുടെ ശരീരത്തെ വീക്കറാക്കി മാറ്റും. ഈ വക കാര്യങ്ങളൊക്കെ സ്ട്രെസ് കൂടുക, പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഇന്ന് നമുക്ക് വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് സൈക്കോളജിക്കൽ സ്ട്രെസ് ഒന്നോറാണ്. ഒരു പ്രഷർ കുക്കർ സ്റ്റൈലാണ് ഇന്ന് ഫാമിലിയിലൊക്കെ. പ്രഷർ കുക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രഷർ വന്ന് ഉയർത്ത് മുട്ടി പ്രഷർ കുക്കർ ഇരിക്കില്ലേ, അതുപോലെയാണ് പ്രഷർ കുക്കർ. പെട്ടെന്ന് അധികം പ്രഷറാകുമ്പോൾ പൊട്ടിത്തെറിക്കില്ലേ, അതുപോലെയാണ് പ്രായമായവരെ ചെറുപ്പക്കാർക്ക് വേണ്ട, ചിലർക്ക് വേണമെന്നുണ്ടെങ്കിലും ഗതികേട് കൊണ്ട് വേണം, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലാണ്. അപ്പോൾ അവർ വീർപ്പൂട്ടിയാണ് വീട്ടിൽ കഴിയുന്നത്. അതൊരു എൻവയോൺമെൻറ്റൽ ഫാക്ടറായിട്ട് വർക്ക് ചെയ്യും. അടുത്ത് DNA റിപ്പയർ തിയറി. അവർ ബോഡി ഹാസ് എ സിസ്റ്റം ഓഫ് റിപ്പയർ ഡാമേജ് DNA, ബട്ട് ഓവർ ടൈം ദിസ് റിപ്പയർ പ്രോസസ് സ്ലോസ് ഡൗൺ. DNA ഓട്ടോമാറ്റിക്കലി നശിച്ചു പോകുന്ന DNA-നെയൊക്കെ റിപ്പയർ ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ നഷ്ടങ്ങളുണ്ട് അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം സെറ്റാക്കും. നമ്മളെ സൃഷ്ടിച്ച തമ്പുരാൻ എത്രയോ അത്ഭുതം. ഞാൻ ദൈവവിശ്വാസിയാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയും, അല്ലാതെ ഇതുകൊണ്ട് പറയും പ്രകൃതിയാണെന്ന് പറയും. രണ്ടും തന്നെ. പ്രകൃതി ഇല്ലെങ്കിൽ വികൃതിയില്ല, വികൃതി ഇല്ലെങ്കിൽ സുഹൃത്തില്ല എന്ന് പാട്ട് പാടുന്ന പോലെ. അപ്പോൾ ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പില്. ആർക്കെങ്കിലും അറിയോ 4 വരി പാടാൻ? അതിൻ്റെ ഈ വരി മാത്രം. ഇല്ലെങ്കിൽ ഞാൻ പാടുന്നു, നോക്കില്ലെങ്കിൽ ഞാൻ പാടും. ആരും കണ്ടിട്ടില്ല, ആരും കേൾക്കില്ല എന്ന് തോന്നുന്നു. ആ 4 വരി കിട്ടുമോ? പ്രകൃതിയില്ലെങ്കിൽ വികൃതിയുണ്ടോ, വികൃതിയില്ലെങ്കിൽ സുകൃതിയുണ്ടോ, മനസ്സിൽ നിന്നും. അറിയോ ഈ പാട്ട്? പെട്ടതിനെ ഞാൻ ഓർത്തുന്നുള്ളൂ, ഒരു തമാശയ്ക്ക് ഓർത്തുന്നുള്ളൂ, മടുപ്പ് വരാതില്ല. അപ്പോൾ ഇങ്ങനെ ഡാമേജിലാകുന്ന DNA-നെ റിപ്പയർ ചെയ്ത് സെറ്റാക്കുന്ന പ്രകൃതി അത് വയസ്സ് ചെല്ലും തോറും നമ്മളിൽ നിന്ന് നഷ്ടമായി പോകും. അപ്പോൾ നമുക്ക് എന്താണ്, വെൻ ദ റിപ്പയർ പ്രോസസ്സ് ഫെയിൽസ് ആകുമ്പോൾ ഏജിങ് പെട്ടെന്ന് നടക്കും നമ്മുടെ ശരീരത്തിൽ. അടുത്തത് ക്രോസ് ലിങ്കേജ് തിയറി. This theory suggests that over time, chemical bonds from between molecules in the body making tissues less flexible and more prone to damage. എല്ലാവരും കൂടി ഒരുമിച്ച് ക്രോസ് ചെയ്യുമ്പോൾ, ഈ പ്രശ്നങ്ങളൊക്കെ കൂടി ക്രോസ് ചെയ്യുമ്പോൾ ശരീരം കുറച്ചുകൂടി അൺഫ്ലെക്സിബിൾ ആവും, പെട്ടെന്ന് ഡാമേജിന് കാരണമാകും. These theories together provide insight into why we age and how both internal process and external factors contribute to the aging process. ഇത്രയും നേരം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണാം എങ്ങനെയൊക്കെയാണ് ഇന്റേണൽ പ്രോസസ്സ് നമ്മളെ ഏജിങ്ങിലേക്ക് നയിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളെ ഏജിങ്ങിലേക്ക് നയിക്കുന്നത്.
അപ്പോൾ ഉദാഹരണത്തിനൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഫ്രീ റാഡിക്കൽ തിയറി എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസ് ആർ ഹാർംഫുൾ മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ ഡാമേജ് ദ ബോഡി ഓവർ ടൈം. ദേ അക്യുമുലേറ്റ് ആൻഡ് കോസ് ഏജിങ് ബൈ ഹാർമിങ് സെൽസ്. ഇനി ലിപ്പോഫ്യൂസിൻ തിയറി എന്താണത്? അതൊരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. ഇതിൻ്റെ സെൽസിലുണ്ടാകുന്ന കോശങ്ങളിലുണ്ടാകുന്ന ഒരു വേസ്റ്റ്. നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ മെറ്റബോളിസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലുള്ള ഒരു പിഗ്മെൻ്റാണ് ലിപ്പോഫ്യൂസിൻ. അതിനെ നമ്മൾ ഏജിങ് പിഗ്മെൻ്റ് എന്നാണ് പറയുക. കോശങ്ങൾക്കുള്ളിലെ പ്രോട്ടീനുകളും ലിപ്പിഡുകളും, അതായത് കൊഴുപ്പ്, ഓക്സിഡേഷൻ പ്രക്രിയയ്ക്ക് വിധേയമായി നശിക്കുമ്പോഴാണ് ഇതുണ്ടാകുക. അപ്പോൾ അതിനാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതൽ കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഇത് പറയുന്നത്? മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടും നമ്മുടെ ശരീരത്തിൽ പ്രായമാകുമ്പോൾ. കോശങ്ങൾക്ക് ലിപ്പോഫ്യൂസിൻ കണികകളെ പൂർണ്ണമായി പുറന്തള്ളാനോ നശിപ്പിക്കാനോ കഴിയില്ല. പണ്ട് നമുക്കിങ്ങനെ വരുമ്പോൾ അത് കോശങ്ങൾ ആരോഗ്യമുള്ള കോശങ്ങളായതുകൊണ്ട് അവർ തന്നെ ഇതിനെ സെറ്റാക്കിയിരുന്നു. ഈ വേസ്റ്റിനെ പുറന്തള്ളുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ വീക്കായതുകൊണ്ട് ഈ പുറന്തള്ളൽ പൂർണ്ണമായിട്ട് നടക്കാനോ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനോ കഴിയണില്ല. അതുകൊണ്ട് കോശത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഹൃദയം, മസ്തിഷ്കം, കരൾ, ഇവിടെയൊക്കെ ഇത് പോയിട്ട് കുന്നുകൂടുകയാണ്. ഈ വേസ്റ്റ്, അതായത് ലിപ്പോഫ്യൂസിൻ കുന്നുകൂടും. അങ്ങനെ കോശത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു. അങ്ങനെ എന്ത് ചെയ്യും? കോശത്തിനുള്ളിലെ മാലിന്യ സംസ്കരണ യൂണിറ്റായ ലൈസോസോമുകൾ, നമുക്കറിയാം ലൈസോസോം, നമുക്ക് പഠിച്ചു കാണും കുട്ടിക്കാലത്ത്. ഈ ലൈസോസോമുകളാണ് നമ്മുടെ കോശത്തിനുള്ളിലെ മാലിന്യ സംസ്കരണം നടത്തുന്നത്. അതിനെ ഇവർ അറ്റാക്ക് ചെയ്യും, അങ്ങനെ ശ്വാസം മുട്ടിക്കും. അത് കാരണം കോശത്തിന് ആവശ്യമായ ഊർജം ലഭിക്കാതെ വരും. അങ്ങനെ അതിന് സ്വയം റിപ്പയർ ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെ കോശത്തിന് മരണം സംഭവിക്കും. അപ്പോൾ പിന്നെ ഏജിങ് പെട്ടെന്ന് തകരാറിലാക്കും, ഏജിങ് പെട്ടെന്ന് കൂടും, ഏജിങ്ങിൻ്റെ സ്പീഡ് എളുപ്പത്തിലാകും. ഇനി അടുത്താണ് ന്യൂറോ എൻഡോക്രൈൻ തിയറി. ദിസ് തിയറി, ഇപ്പം നമ്മൾ ചില ആളുകളുടെ ശരീരത്തിൽ ഈ കറുത്ത തവിട്ട് നിറത്തിലുള്ള കുത്തുകളും പുള്ളികളൊക്കെ കാണും ശരീരത്തിൽ പ്രായമാകുമ്പോൾ. അത് ഈ വേസ്റ്റുകളുടെ ഒരു എക്സ്റ്റേണൽ സിറ്റുവാണെന്നാണ് പറയുന്നത്, സ്റ്റഡീസ് പറയുന്നത്. ശരീരത്തിൽ കാണുന്ന തവിട്ട് നിറത്തിലുള്ള ബ്ലാക്ക് നിറത്തിലുള്ള കലകൾ, അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലിപ്പോഫ്യൂസിൻ എന്ന് പറയുന്ന വേസ്റ്റുകൾ അടിഞ്ഞു കൂടുമ്പോൾ ശരീരത്തിന് പുറത്ത് കാണിക്കുന്ന ചില സിംറ്റമാണ് അത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കൂട്ടുക, ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങുക, ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക, ആൻറ്റി ഓക്സിഡൻറ്റുകൾ കഴിക്കുന്നത് കൂട്ടുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ആരോഗ്യത്തിൽ നമുക്ക് കുറച്ചുകൂടി റിപ്പയറൊക്കെ നടക്കും. ശരീരത്തിൽ നമുക്കറിയാം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പലതരം രോഗങ്ങളെ മസിൽസിനൊക്കെ കുറച്ച് എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ മസിൽസ് ആക്റ്റീവ് ആക്കാൻ പറ്റും. ഒരു 3 ആഴ്ച അടുപ്പിച്ച് നമ്മൾ എക്സസൈസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മടി വെച്ചിട്ട് എനിക്ക് പോലും പറ്റുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ മടി തിരക്ക് പിടിച്ചിട്ട് നമ്മൾ ചെയ്യില്ല, ചെയ്യണം. ന്യൂറോ എൻഡോക്രൈൻ തിയറി എന്ന് പറയുന്നത് ഹോർമോൺസും നെർവസ് സിസ്റ്റം ഏജിങ്ങിനെ റെഗുലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ ഏജ് ആകുമ്പോൾ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അത് നമ്മളെ ഏജിങ്ങിനെ കൂട്ടും. ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയണത് ഏജിങ്ങിനെ കൂട്ടും. അത് എല്ലാ തരത്തിലുള്ള ഹോർമോൺസ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എല്ലാം കുറച്ച് പണിമുടക്കിലാവും പ്രായമാകുമ്പോൾ. അപ്പോൾ കാരണം മറ്റേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഹോർമോൺ ഡെഫിഷ്യൻസി ലീഡ്സ് യു ടു ഏജിങ്. അടുത്തത് സൈക്കോളജിക്കൽ തിയറീസ്. സൈക്കോളജിക്കൽ തിയറി ഫോക്കസ് ഓൺ ഹൗ ഏജിങ് അഫക്ട്സ് ദ മൈൻഡ് ആൻഡ് ബിഹേവിയർ. പ്രായം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും പെരുമാറ്റത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ദേ ലിങ്ക് കോഗ്നിറ്റീവ് ഡിക്ലൈൻ ആൻഡ് ഇമോഷണൽ ചലഞ്ചസ് ടു ബയോളജിക്കൽ ഏജ്. അപ്പോൾ നമ്മൾ കോഗ്നിറ്റീവ്ലി എനിക്ക് ഡള്ളായിപ്പോയി, എനിക്ക് വേണ്ടതുപോലെ പണ്ടത്തെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ ഓർമ്മ വയ്ക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ നല്ല ഇമോഷൻസ് ഉള്ള ആളായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോകും. അത് നമ്മുടെ ബയോളജിക്കൽ ഏജിങ്ങിനെ കൂട്ടും. പ്രത്യേകിച്ച് നമുക്ക് എറിക്സൻ്റെ തിയറിയിൽ നമ്മൾ പറയുന്നത് ഈ ഏജിൽ എന്തത് 65 വയസ്സുള്ള ജനറേറ്റിവിറ്റി വേഴ്സസ് പറഞ്ഞ് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ അവസാനത്തിൽ അല്ലേ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. അഡൽട്ട്ഹുഡ് ഓർക്കുന്നുണ്ടോ? എന്താണ് ആർക്കും ഉണ്ടാത്ത? എറിക്സന്റെ തിയറി പഠിച്ചില്ലേ? 8 സ്റ്റേജസ്. അതിൽ അഡൽട്ട്ഹുഡ് എങ്ങനെയാണ്? 65+ എന്നുള്ളത് എങ്ങനെയാണ്?
ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ആരും മിണ്ടാത്തത്? ആരെങ്കിലും ഒന്ന് മിണ്ടപ്പം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. ഇവരാരും കേൾക്കണില്ലേ? നമ്മൾ ഞാനെങ്ങനെ പറയുന്നത് കാര്യം. ഓ ഡിയർ ഫ്രണ്ട്സ്, ഇതിൽ തന്നെ എനിക്ക് ഇങ്ങനെ കാണാനായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി അറിയില്ല. നല്ല ഷെയറായി പഠിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. എറിക്സിന്റെ 8 സ്റ്റേജസ്. എറിക്സിന്റെ തീരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായില്ലേ ജനറൽ സൈക്കോളജിയിൽ? അതിന് പിന്നെ എന്ത് ചെയ്യാൻ പഠിക്കാത്ത? അത് ഇതുവരെ പഠിച്ചില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയല്ലേ അതിൻ്റെ. അഡൽട്ട്ഹുഡിൻ്റെ സ്റ്റേജിനെ അതിൻ്റെ വെർച്യൂ എന്ന് പറയുന്നത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. അടുത്ത ഓൾഡ് ഏജ് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ പേരെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഫസ്റ്റ് സ്റ്റേജ് ട്രസ്റ്റ് വേഴ്സസ് ഇന്റിമസി. അഡൽട്ട്ഹുഡാണ്, ഏർലി അഡൽട്ട്ഹുഡാണ്. ഞാൻ പിന്നെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ബോൺ ചൈൽഡ്, ന്യൂ ബോൺ ചൈൽഡ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. അതിൻ്റെ അഡൽട്ട്ഹുഡിൻ്റെ സ്റ്റേജിനെ അല്ല, ലേറ്റർ അഡൽട്ട്ഹുഡ് അതായത് മിഡിൽ ഏജിനെ പറയുന്നതാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്? ഇൻ ലേറ്റർ അഡൽട്ട്ഹുഡ് ചലഞ്ച് ഈസ് ടു മെയിൻറ്റെയിൻ എ സെൻസ് ഓഫ് പർപ്പസ്. ജനറേറ്റിവിറ്റി ഉള്ള ആളുകൾ എന്ത് വിചാരിക്കും? എൻ്റെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ട്, ഞാനിങ്ങനെ ഒന്നുമില്ലാണ്ട് മരിക്കാൻ നോക്കിയിരിക്കേണ്ട ആളല്ല, ഞാൻ ഇനിയുള്ള കാലമാണെങ്കിലും എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് എൻ്റെ ഏജിന് പറ്റിയ എന്തെങ്കിലും ജോലി ഞാൻ കണ്ടെത്തും, അങ്ങനെ ഞാനത് അന്തസ്സായിട്ട് ഞാൻ ജീവിക്കും. അവോയ്ഡ് ഫീലിംഗ് ഓഫ് സ്റ്റാഗ്നേഷൻ. സ്റ്റാഗ്നേഷൻ ഒഴിവാക്കാൻ വേണ്ടി ജനറേറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് ഉണ്ടെന്ന് കണ്ട് അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യും. എല്ലാവരോടും നന്നായിട്ട് പെരുമാറി എനിക്ക് പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് ഞാൻ എപ്പോഴും ഇൻവോൾവ് ആയിരിക്കും. അല്ലാത്തവരോ അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ആളുകളാണെങ്കിൽ അവരെപ്പോഴും സ്റ്റാഗ്നൻ്റ് ആവും. ഞാൻ പ്രായമായി, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഒന്ന് മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ വന്നിട്ടുകൊണ്ടിരിക്കും. അതാണ് ഇദ്ദേഹം പറയണത്. ഇനി ഹാവിങ് ഹേഴ്സ്റ്റ് തിയറിയിൽ എന്താ പറയണേ? അഡൽട്ട്ഹുഡിന്, ലേറ്റർ അഡൽട്ട്ഹുഡിനെ, ഈ മിഡിൽ ഏജിനെ ഹാവിങ് ഹേഴ്സ്റ്റ് ഫോക്കസ്ഡ് ഓൺ ഹൗ ഓൾഡർ അഡൽട്ട്സ് ഫൈൻഡ് സാറ്റിസ്ഫാക്ഷൻ ബൈ സ്റ്റേയിങ് ആക്റ്റീവ്. നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ആക്റ്റീവായിട്ടിരിക്കുന്ന ആളുകൾ നല്ല മീനിങ് ഫുള്ളായിട്ട് ജീവിക്കും, അല്ലാത്തവർ ഡിക്ലൈൻ ആവും എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സെല്ലിൻ്റെ നശീകരണത്തെ ബാധിക്കും. ആക്റ്റീവായിട്ട് സാറ്റിസ്ഫൈഡോട് ജീവിക്കുന്ന ആളുകൾക്ക് കോശത്തിൻ്റെ നശീകരണം കുറയും, നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരിക്കും. അതാണ്. അടുത്ത സോഷ്യോളജിക്കൽ തിയറീസ് എന്ത് പറയും? ദീസ് തിയറീസ് എക്സാമിൻ ഹൗ ഏജിങ് ഇൻട്രാക്ട്സ് വിത്ത് സൊസൈറ്റി. സൊസൈറ്റിയായിട്ട് നല്ല ഇൻട്രാക്ഷൻ ഉള്ള ആളുകൾ സൊസൈറ്റിയിൽ ഇനി എനിക്ക് റോൾ ഉണ്ടെന്ന് വിശ്വസിച്ച് ആ റോളുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് ബിഹേവ് ചെയ്ത് നല്ല സോഷ്യൽ കോൺടാക്സ്റ്റ് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ സോഷ്യലൈസേഷൻ നടത്തുന്ന ആളുകൾ സുന്ദരമായിട്ട് അവരുടെ ഏജിങ് കുറയും, അല്ലാത്തവർ പെട്ടെന്ന് ഏജിങ് സംഭവിക്കും. ബിഹേവിയറൽ തിയറീസ് എന്ത് പറയും? എൻഗേജ്മെൻറ്റ് ആൻഡ് ഡിസെൻഗേജ്മെൻറ്റ് തിയറീസാണ് ബിഹേവിയറൽ തിയറീസിലെ പ്രധാനപ്പെട്ട കാര്യം. ഏജിങ് ഇൻവോൾവ്സ് 2 paths. Some people stay active and socially involved, while others naturally withdrawn from social personal activities as they age. This withdrawal is considered a normal process. ബിഹേവിയറിസ്റ്റിക് തിയറി പറയുന്നത് 2 തിയറിനെയാണ്. ഒരു തിയറി ഡിസെൻഗേജ്മെൻറ്റ് തിയറിയാണ്, രണ്ടാമത്തെ തിയറി ആക്ടിവിറ്റി തിയറി. ഡിസെൻഗേജ്മെൻറ്റ് തിയറി പറയുന്നത് എന്താണെന്നറിയോ? അവർ പറയണത് നമ്മളൊരു പ്രായമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിലും എൻഗേജ് ചെയ്യുന്നത് വേണ്ട, നമ്മളിനി പ്രായോഗികയില്ലേ, ഇനി നമ്മൾ ഒന്നിലും ഇടപെടേണ്ട, നമ്മൾ സമാനമായിട്ട് സ്വസ്ഥമായിട്ട് മാറി നടക്കുക, എല്ലാത്തിനും നമ്മൾ വിഡ്രോ ചെയ്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. ഇനി നമ്മളെല്ലാവരും തള്ളുള്ളൂ, ഇനി ആരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല, എല്ലാവരും ഇവിടെ തള്ളിക്കളയുള്ളൂ എന്ന് നമ്മൾ തന്നെ മറ്റുള്ളവരെ കുറിച്ചും പറഞ്ഞ് നമ്മളെല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്ത് ഒറ്റയ്ക്ക് ഇരിക്കും. അത് നമ്മളെ ഏജിങ്ങിനെ കൂട്ടും. ഇനി അതൊരു തിയറി. വേറെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി തിയറി. അങ്ങനെ നമ്മൾ മോശമാകാനൊന്നും പാടില്ല, നമ്മൾ ഓൾവേസ് ആക്റ്റീവ്, എത്ര പ്രായമായാലും കുഴപ്പമില്ല, നമ്മൾ എപ്പോഴും ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം, ആക്ടിവിറ്റിയിൽ തന്നെ ഇരിക്കണം എന്ന്. ഇത് രണ്ടും ശരിയല്ല. സ്റ്റേയിങ് ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി ആക്റ്റീവ് ഹെൽപ്സ് ഓൾഡർ അഡൾട്ട്സ് മെയിൻറ്റെയിൻ എ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് അവർ വിശ്വസിക്കണേ. ദിസ് തിയറി എംഫസൈസ് ദാറ്റ് ബീയിങ് എൻഗേജ്ഡ് ആൻഡ് പ്രൊഡക്റ്റീവ് കീപ്സ് പീപ്പിൾ ഹെൽത്തിയർ ആസ് ദേ ഏജ്. എത്ര പ്രായമായാലും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏജിങ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ നന്നായിട്ടൊക്കെ പോകും. അവരാണ് ഈ പറയുന്ന മനസ്സിൻ്റെ വെറും നമ്പറാണ് പ്രായം എന്ന് പറയുന്നത്.
ഇത് രണ്ടും ശരിയല്ല. കാരണം എന്താ, നമ്മൾ പ്രായമെങ്കിൽ അതിൻ്റേതായ ബയോളജിക്കൽ ക്ലോക്കിന് വ്യത്യാസം ഉണ്ടാവും, നമ്മുടെ എല്ലാം വ്യത്യാസം ഉണ്ടാവും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. റോക്കിംഗ് സ്റ്റെയർ എക്സ്പീരിയൻസ് ആണ് ഒരു ഹെൽത്തി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആടിക്കൊണ്ടിരിക്കുന്ന ഊഞ്ഞാല ഒറ്റ ആട്ടം കൂടെ ആടിയിട്ട് ആ ഊഞ്ഞാല ആടി 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 നിൽക്കും. അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോൾ കളിക്കുന്ന എന്താണ് മറ്റേ സീസോ, അതില്ലേ, അതിങ്ങനെ ആടി 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 പതുക്കിയായി റോക്കിംഗ് ചെയർ ഇങ്ങനെ ആടി 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 പതുക്കെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഏജിങ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സബ് കൾച്ചർ തിയറി. ഓൾഡർ അഡൾട്ട്സ് ഫ്രം ദെയർ ഓൺ ഗ്രൂപ്പ്സ് വിത്ത് ഷെയർഡ് വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് their status in society depends on factors like health, social. അതായത് എൻ്റെ ആരോഗ്യവും സാമൂഹ്യ സമ്പർക്ക ആക്ടിവിറ്റീസൊക്കെ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻ. ഹെൽപ്പ് പ്രൊവൈഡ് ഡിറക്ഷൻ ആൻഡ് ഐഡൻറ്റിറ്റി. അതനുസരിച്ചിട്ടുള്ള ഡിറക്ഷൻ ഐഡൻറ്റിറ്റിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത്. അടുത്ത റോൾ തിയറി. ദിസ് തിയറി കമ്പയർസ് ലൈഫ് ടു പ്ലേ. നമ്മുടെ ജീവിതത്തിന് കളിക്കാൻ ഒരു കളിയുണ്ട്. ടേക്കൻ ഡിഫറെൻറ്റ് റോൾസ്. നമുക്ക് പല റോളുകളുണ്ട് ഈ സമൂഹത്തിൽ ചെയ്തു തീർക്കാൻ. ഇൻ ഏജിങ് ഇൻഡിവിജ്വൽസ് മേ ഫേസ് ചേഞ്ചസ് ഇൻ ദയർ റോൾസ്. അതായത് റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ ഒരു റിട്ടയർഡ് ലൈഫ് നമുക്കുണ്ട്. ആ റിട്ടയർഡ് ലൈഫിനെ എങ്ങനെയൊക്കെ നമുക്ക് സുന്ദരമാക്കാം. നമ്മളൊരു ഗ്രാൻഡ് പാരൻ്റ് ആവുകയാണ്. ഗ്രാൻഡ് പാരൻ്റ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഭംഗിയാക്കാം. വിച്ച് അഫക്ട്സ് ദെയർ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ഐഡൻറ്റിറ്റി. അത് അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷനെയും ഐഡൻറ്റിറ്റിനെയും ബാധിക്കും. അതാണ് റോൾ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഇൻട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം നന്നായിട്ട് പോകും. അവർക്ക് നല്ല റോള് വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിന് കുട്ടികളുണ്ടെങ്കിൽ അവർ ഭയങ്കര യാഥാർത്ഥ്യമായിരിക്കും ഗ്രാൻഡ് പാരൻസ്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. കുട്ടികളാരും വീട്ടിലില്ല, കുട്ടികളൊക്കെ പുറത്താണ്, അവരുടെ കുഞ്ഞുങ്ങളും പുറത്താണ്. അപ്പോൾ ഗ്രാൻഡ് ചിൽഡ്രൻ ഇല്ല. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇന്ന് ബോറടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതിനവരെന്ത് ചെയ്യണം, പതുക്കെ വേറെ എവിടെയെങ്കിലും ആ നാട്ടിൽ പാവപ്പെട്ട കുട്ടികളായ കുട്ടികൾക്കൊന്ന് ട്യൂഷൻ പഠിപ്പിക്കാൻ പോവേ, അവർ കളിക്കുന്ന ഗ്രഹമൊന്നും അവർ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഈ പ്രായമായവർ സീനിയർ സിറ്റിസൺ ക്ലബ്ബിൽ പോവോ, ചീട്ട് കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ആർക്കും ഉപദ്രവകരമല്ലാത്ത നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. റിലീജിയസ് വർക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ ഒക്കെ നമ്മൾ ചെയ്താൽ നല്ലതാണ്. അവർക്കൊരു ചാൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ദെൻ ലാബലിംഗ് തിയറി. This theory explains how labeling someone as old or senile can impact their self-esteem. നമുക്കറിയാം ഈ സിനൈൽ സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു സൈക്കോസിസ് രോഗം തന്നെയുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ അർത്ഥം, പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ പ്രായമായി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമ്മളെ ഒഴിവാക്കും. രണ്ട് തരത്തിലാണ് ഇന്ന്. പ്രായമായി എന്ന് പറഞ്ഞ് ഒഴിവാകുന്ന ഒരവസ്ഥയുണ്ട്. ചിലർ പ്രായമായാലും കസേര വിടാണ്ട് കടിച്ചു പിടിച്ചിരിക്കുന്ന അവസ്ഥ. രാഷ്ട്രീയത്തിലും റിലീജിയസ് പവറുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ, പള്ളികളിലൊക്കെ നോക്കിയാൽ, പള്ളി കമ്മിറ്റികളിലൊക്കെ നോക്കിയാൽ ഭയങ്കര പ്രായമായ ആളുകൾ മാത്രം, യൂത്ത് പൊടി പോലും പള്ളിയിൽ കാണില്ല. അതുപോലെ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ അപ്പാപ്പന്മാർ തലമുറച്ച് വിളിച്ച അപ്പാപ്പന്മാർ മാത്രം രാജ്യം ഭരിക്കുക. ചെറുപ്പക്കാർ എത്ര മന്ത്രിമാരുണ്ട് നമ്മുടെ മന്ത്രിസഭയിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് ശരിക്കും നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സിനൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് രണ്ട് തരത്തിലാണ്. ചിലർക്ക് പ്രായമായെന്ന് പറഞ്ഞ് എല്ലാത്തിനും മാറി അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിച്ച് നല്ല കഴിവുള്ള ആളുകൾ ഒരു കഴിവില്ല എന്നുള്ള മട്ടിൽ മാറിപ്പോകും. ചിലരെ എത്ര പ്രായമായാലും അവർക്ക് വിടില്ല എന്നും പറഞ്ഞ് കടിച്ചു പിടിച്ചിരിക്കുന്ന അവസ്ഥ. ഇത് രണ്ടും ശരിയല്ല. അപ്പോൾ അത് ലേബലിംഗ് തിയറിനെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുക. സച്ച് ലേബൽസ് ക്യാൻ ലിമിറ്റ് ദെയർ ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനത്തെ ലേബൽസ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീനെ തടയും. അയ്യോ ഞാനൊക്കെ പ്രായമായില്ല, ഇനിയിപ്പോൾ എന്തിനാ ഞാൻ അതിന് പോണേ എന്നൊരു തോന്നൽ നമുക്ക് വന്നാൽ നമ്മളെല്ലാത്തിനും മാറും. അത് നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് ഉണ്ടാക്കും. അത് നമ്മളെ ഡിപ്രഷനിലേക്കും പ്രൈഡ് ഒന്നിലേക്ക് ഡിപ്രഷനിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അഹങ്കാരത്തിലേക്ക് നയിക്കും. രണ്ടാണെങ്കിലും ഒരെണ്ണം ഡിപ്രഷൻ, ഒരെണ്ണം അഹങ്കാരത്തിലേക്ക് നയിക്കും. ഞാൻ പ്രായമായാലും ഞാൻ എപ്പോഴും മെഡിക്കലാണ്, ഞാൻ എല്ലാത്തിലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഗവയൊക്കെ പറഞ്ഞ് സെൽഫ് ബൂസ്റ്റിംഗ് ഒക്കെ നടത്തിയിരിക്കും. അടുത്ത ഡിസീസ്, ഹെൽത്ത് ആൻഡ് ഏജിങ്. ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ ഈസ് കോമൺ. അതായത് പ്രായമാകുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ ബാധിക്കും. അത് വുമൺ ഓവർ 75 ഡാൻ മെൻ കണ്ടിന്യൂവിനേക്കാളും കൂടുതലായിട്ട് 75 ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഹെൽത്ത് ഇഷ്യൂ ഇൻ ഏജിങ് പോപ്പുലേഷൻ. അപ്പോൾ സ്മോൾ വുമൺ ഓവർ 75 ഡാൻ മെൻ. ദെൻ ഹാർട്ട് ഡിസീസ് വരുന്നു, സ്ട്രോക്ക് വരുന്നു, അതൊക്കെ വരുന്ന ഒരു ഏജാണ് ഈ ഏജ്. ദീസ് ആർ കോമൺ എമംഗ് ഓൾഡർ അഡൾട്ട്സിലാണ് ഇതൊക്കെ വരുന്നത്. വിത്ത് മെൻ ബീയിങ്, ഇന്നിപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ചെറുപ്പക്കാർക്ക് ഈ രോഗങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു പരിധി കഴിയുമ്പോൾ ഇതിന് ചാൻസ് കൂടുതലാണ്. കൊറോണറി ഡിസീസ്, ഡാമേജ് ദ ഹാർട്ട്, സ്ട്രോക്സ് ഇതൊക്കെ വരുന്നു. പിന്നെ ക്യാൻസറസ്, സ്ലൈറ്റ്ലി ലോവർ റേറ്റ്സ് ഓഫ് സ്ട്രോക്ക്. പുരുഷന്മാർക്കാണ് കൂടുതൽ സ്ട്രോക്ക് വരണേ, പെണ്ണുങ്ങളെക്കാളും.
ഇൻ ഡയബറ്റിസ് അഫക്ട്സ് മെനി പീപ്പിൾ. നമുക്കറിയാം ഡയബറ്റിക്സ്, കേരളം ഡയബറ്റിക്സിൻ്റെ ക്യാപിറ്റലാണെന്ന് പറയണേ. കാരണം ചോറ് നമ്മൾ കണ്ടമാനം തിന്നുകൂട്ടുകയാണ്. അതുകൊണ്ടാണെന്ന് പറയുന്നത്. ചോറ് മാത്രമല്ല, ജീവിതശൈലി രോഗങ്ങൾ. നമുക്കറിയാം നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് മലയാളികൾ. 3 നേരത്തിന് 5 നേരം ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വയറ് നിറച്ച് കഴിക്കും. ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ അധികം പറയണ്ട. അതൊക്കെ നമ്മളെ ഡയബറ്റിക്സിലേക്ക് നയിക്കുന്നു. എക്സസൈസ് ഇല്ല, ഭക്ഷണം കൂടുന്നു. അതുകൊണ്ട് വെയിറ്റിനെ മാനേജ് ചെയ്യാനോ ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യാനോ നമുക്കറിയില്ല. അത് നമുക്ക് കൂടുതൽ റിസ്ക് ഉണ്ടാക്കും. അടുത്തത് ക്യാൻസർ. കേരളത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ക്യാൻസർ ബിക്കംസ് മോർ കോമൺ വിത്ത് ഏജ്, എസ്പെഷ്യലി ആഫ്റ്റർ 75. ഇന്നിപ്പോൾ 75-ന് ശേഷമൊന്നും അല്ല, ചെറുപ്പക്കാർക്ക് വരെ ജനിച്ചു വീഴുന്ന ന്യൂ ബോണിന് വരെ ക്യാൻസർ ഉണ്ടെന്ന് കേൾക്കില്ല, നമ്മൾ കാണുന്നു. പിന്നെ ഓപ്പൺ ഫേസ് പ്രോസ്റ്റേറ്റ്, ആണുങ്ങൾക്കാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പെണ്ണുങ്ങൾക്കാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ ഒക്കെ നമ്മൾ നോർമലി കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഏർലി ഡിറ്റക്ഷൻ, റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ഈ ഏജിൽ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടാൽ നമുക്ക് വേഗം സുഖപ്പെടാൻ പറ്റും. അത് കൂടുതൽ പ്രശ്നങ്ങളില്ലാണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് അത് എളുപ്പം. ഈ കീമോയും മറ്റതൊക്കെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറ്റുന്നതിനേക്കാളും മുമ്പ് തന്നെ നമ്മളിത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്ര എളുപ്പത്തിൽ നമുക്ക് കളയാം. ഓസ്റ്റിയോപോറോസിസ്, മസിൽസിൻ്റെ ബോണിൻ്റെ സ്ട്രെങ്തൊക്കെ കുറയുന്ന ഒരു ഹൈ റിസ്ക് ഈ ഏജിൽ നമുക്കുണ്ട്. കാരണം ബിക്കോസ് ഓഫ് ഹോർമോണൽ ചേഞ്ച്. അടുത്തത് അൾസൈമർ ഡിസീസ്. നമുക്കറിയാം അൾസൈമർ ഡിസീസ് എന്താണ്? പ്രോഗ്രസീവ് ബ്രെയിൻ ഡിസോർഡറാണ്. ടിപ്പിക്കലി ബിഗിൻസ് ആഫ്റ്റർ 60. അതപ്പോൾ ഓർമ്മ നഷ്ടപ്പെടും, കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഉണ്ടാവും. അത് ഹെറിഡിറ്ററിയും ചിലപ്പോൾ ഇതിന് ബാധകമാണ്. അപ്പനമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അത് വരാൻ ചാൻസ് കൂടുതലാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീനെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ മെൻ്റൽ സ്റ്റിമുലേഷൻ നമ്മൾ കൂട്ടണം. അതുകൊണ്ട് പ്രായമായാലും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നാണ് ഈ ഓൾഡ് ഏജിനെ നമ്മൾ പറയേണ്ടത്. അപ്പോൾ കൊച്ചു പസിൽസൊക്കെ കൊടുത്ത് ഇവരുടെ ഏജിനെ നമുക്ക് യങ് ആക്കിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റണം. അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ യങ് ആവും. നോർമൽ ഏജിങ് ലീഡ്സ് ടു നാച്ചുറൽ ചേഞ്ചസ് ഇൻ ദ ബോഡി. ഹാർട്ട് വീക്കഡ് ആവും, ആർട്ടറീസ് ബിക്കം ലെസ് ഫ്ലെക്സിബിൾ ആവും, അഫക്റ്റിംഗ് ബ്ലഡ് ഫ്ലോ അഫക്റ്റ് ചെയ്യും. ലങ്സ് ലോസ് കപ്പാസിറ്റി, റെഡ്യൂസിങ് ഓക്സിജൻ ലെവൽസ് കുറയും, ശ്വാസമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ബ്രീതിങ് എക്സസൈസൊക്കെ നമ്മൾ നല്ലോണം ചെയ്യണം. ഡെയിലി ഇപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കണം. ബ്രെയിൻ ലോസസ് സം സെൽസ് ബട്ട് ന്യൂ വൺസ് ക്യാൻ ഫോം. ഒരെണ്ണം നഷ്ടപ്പെട്ടാലും ഒരെണ്ണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഡെയിലി എങ്ങനെ ഫ്രഷായിട്ട് ഇരുന്നാൽ. കിഡ്നി വർക്ക് ലെസ് എഫിഷ്യൻ്റ്ലി ടു റിമൂവ് വേസ്റ്റ്. അപ്പോൾ നമ്മുടെ വേസ്റ്റുകൾ വേണ്ട വിധത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവില്ല കിഡ്നി വർക്ക് ചെയ്തില്ലെങ്കിൽ. ബ്ലാഡർ ഹോൾഡ്സ് ലെസ് യൂറിൻ. പെട്ടെന്ന് യൂറിനേഷൻ നടക്കുക, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. അത് നമ്മളെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കും. നമുക്ക് പെട്ടെന്ന് ബ്ലാഡർ ലീക്ക് ഉണ്ടാവുക. ബോഡി ഫാറ്റ് ആൻഡ് മസിൽസ്. ഫാറ്റ് സ്റ്റെബിലൈസസ് ആൻഡ് ദെൻ ഡിക്ലൈൻസ്. മസിൽ മാസ് ഡിക്രീസസ് വിതൗട്ട് റെഗുലർ എക്സസൈസ്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നടക്കണത് ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചാടി നടക്കണമെന്നൊന്നും നിർബന്ധമില്ല. സ്ലോ ആയിട്ട് നമ്മുടെ ഏജിനനുസരിച്ചിട്ടുള്ള ഒരു നടപ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ മണിക്കൂർ എല്ലാ ദിവസവും നടക്കുമെന്ന് തീരുമാനം എടുക്കുക. ബോൺ സ്ട്രെങ്ത് റെഡ്യൂസസ് ഓവർ ടൈം ബട്ട് വെയിറ്റ് ബെയറിങ് എക്സസൈസ് ക്യാൻ ഓൾസോ. ഒന്നും വേണ്ട, കുപ്പിയിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് 2 കുപ്പിയിലും വെള്ളം എടുത്തിട്ട് ഈ കുപ്പി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. അങ്ങനെ ഒരു 10 പ്രാവശ്യം കാണിച്ചിട്ട് ഡംബൽസും ഗിംബൽസും ഒന്നും വേണ്ട. പ്രായമായവരപ്പാപ്പിനോട് നമുക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കാര്യമാണത്. അല്ലെങ്കിൽ ഒരു കിഴിയിൽ 1 കിലോൻ്റെ മണലിട്ടിട്ട് അത് ലൂസായിട്ട് തുണിയിൽ കെട്ടിയിട്ട് കാലുമ്മ വെച്ച് കൊടുത്തിട്ട് കാല് പൊക്കിയും താത്താൻ പറയാം. 2 കാലുമ്മയും മാറി. അതൊരു എക്സസൈസാണ്. നിങ്ങളുടെയൊക്കെ അപ്പനമ്മമാർക്ക് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്ന എക്സസൈസാണ്. ഭാരം ആവശ്യത്തിലധികം ഭാരം എടുക്കരുത്. ആവശ്യമുള്ള ഭാരം എടുത്തിട്ട് കൈ പൊക്കാനുള്ള എക്സസൈസ് നമ്മൾ ചെയ്ത് കാണിച്ച് കൊടുക്കണം. അതൊക്കെ നമ്മുടെ ബോൺ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ആവശ്യമാണ്. അയ്യോ പ്രായമായി എതിർക്കല്ലേ എന്ന് പറയല്ല ചെയ്യുക, അതിരിപ്പിക്കുകയേ ചെയ്യുക. അപകടം കൂടാതെ ആവശ്യമായ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഉള്ളി കൊണ്ടുകൊണ്ട് വിളിക്കാനും ബൈ ഹാൻഡ് കോർഡിനേഷൻ വർദ്ധിപ്പിക്കും. കറിക്കരിയാനും ഉള്ളി കൊണ്ട് വിളിക്കാനൊക്കെ അവരെ നമ്മൾ ഏൽപ്പിക്കും. മാല ഓർക്കാനും മുത്ത് ഓർക്കാനും അരി പേറ്റാനും ഒക്കെ അരി പേറ്റി കല്ല് പറക്കി കളയാനൊക്കെ സഹായിക്കും.
കോമൺ ഹെൽത്ത് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഏജിങ്. നമുക്കറിയാം ഈ ഏജിൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കുന്നുണ്ട്. ഇനിയും ജീറിയാട്രിക് സിൻഡ്രോം ഉണ്ട്. അത് എ ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ദാറ്റ് കോമൺലി അഫക്ട് ഓൾഡർ അഡൽട്സ് സച്ച് ആസ് മൊബിലിറ്റി ഇഷ്യൂസ്, മൂവ്മെൻറ്റിൻ്റെ പ്രോബ്ലം. അതായത് പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങൾ, വേഗത്തിൽ നടക്കാൻ പറ്റില്ല, ചെറിയ ചെറിയ സ്റ്റെപ്പ് വയ്ക്കുക, ഓർമ്മയുണ്ടാവണില്ല, ഇടയ്ക്കിടയ്ക്ക് വീഴാൻ പോവുക. These don't fit into specific disease categories but significantly impact quality of life. അടുത്തത് priority describes older adults with weak physical and health conditions. It raises the risk of poor health outcomes and it limits their ability to recover from illness. Impaired mobility. When elderly people can't move easily, it's often caused by problems like strokes, arthritis, osteoporosis. ഇതൊക്കെ കാരണം അവരുടെ മൂവ്മെൻറ്റ് ഡിസോർഡർ അവർക്കുണ്ടാവും. Then how to prevent worsening immobility? Encourage staying active as much as possible. നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക, പറ്റുന്നിടത്തോളം തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുക. അവോയ്ഡ് ലോങ് പീരീഡ് ഓഫ് ബെഡ് റെസ്റ്റ്. ഒരുപാട് സമയം ബെഡിൽ കിടക്കുന്നത് നമ്മൾ ഒഴിവാക്കാൻ അവരെ പ്രേരിപ്പിക്കണം, നിർബന്ധിക്കണം, അല്ലെങ്കിൽ അവർ കിടന്നു പോകും. If someone is in bed, caregivers should help with gentle exercise. കിടക്കുന്നോടത്ത് കിടന്ന് തന്നെ ജെന്റിൽ എക്സസൈസ് ചെയ്യാനായിട്ട് അവരെ പരിശീലിപ്പിക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമ്മുടെ സഹായത്തോടുകൂടി, കെയർ ഗിവറിൻ്റെ സഹായത്തോടുകൂടി അവർ ചെയ്യാം. ചേഞ്ച് പൊസിഷൻസ് ഓഫർ ടു അവോയ്ഡ് സ്റ്റിഫ്നെസ്. മാറ്റാൻ വേണ്ടി പൊസിഷൻസ് ചേഞ്ച് ചെയ്യുക. ഒരേ ഇരിപ്പിൽ കുറേ സമയം ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക. അടുത്തത് ഡിസിനെസ്. എൽഡർലി പീപ്പിൾ ഓഫൻ ഫീൽ ഡിസി. ഡ്യൂട്ട് എന്തുകൊണ്ടാണ്? അവർക്ക് ചെവി കേൾക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, കണ്ണ് കാണാൻ പാടില്ല, മനസ്സിലാക്കുന്നില്ല, ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുമ്പോൾ അവർക്ക് തന്നെ ഒരു ഡിസിനസ് ഫീൽ ചെയ്യും. അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും. അവർ പതുക്കെ ചിലപ്പോൾ വീഴാൻ തുടങ്ങും. അത് അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാക്കും. ബ്രെയിൻ ബാലൻസ് തെറ്റുമ്പോൾ അവർ വീഴാനും അതൊക്കെ ഉണ്ടാക്കും. ചിലപ്പോൾ ഈ ഇയർ പ്രോബ്ലം വാക്സിൻ്റെ ആവാം, അത് വയസ്സിൻ്റെ മാത്രം ആവുന്നില്ല. അപ്പോൾ ഒരു ഇയറിനെ പോയി കാണിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അത് ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കണം. ചിലത് പ്രായം കൊണ്ടാണ്, ചിലത് പ്രായം ഉണ്ടെങ്കിലും ഒരമ്മ ഒരിക്കൽ ഒരു ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കാണാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതൊക്കെ ഇത്രയും പ്രായമായില്ല അമ്മ, 80 വയസ്സായില്ല, എന്നിട്ടാണ് നിനക്ക് ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, മോനെ എൻ്റെ ഈ ഷോൾഡറിന് 80 വയസ്സ്, ഈ ഷോൾഡറിന് 80 വയസ്സ്, പക്ഷേ ഈ ഷോൾഡറിന് എനിക്ക് പെയിൻ ഇല്ല, ഈ ഷോൾഡറിന് പെയിൻ ഉള്ളൂ, ഇത് ഞാൻ ബാത്റൂമിൽ കൊണ്ട് വീണതാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രായമായെന്ന് പറഞ്ഞിട്ട് എല്ലാ രോഗത്തെയും നമ്മളങ്ങനെ വെക്കരുത്. പിന്നെ ഫോൾസ് ആൻഡ് ഫോളിങ്. ഫോൾസ് ആർ എ മേജർ കോസ് ഓഫ് ഇഞ്ചുറി ആൻഡ് ഡെത്ത് ഇൻ ഓൾഡർ അഡൽട്സ്. They can happen due to outside factors, poor lighting, slippery floors, unsafe footwear, inside factors, weakness, poor balance, medication side effects. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കാം. എപ്പോഴും നമ്മൾ പെട്ടെന്ന് ഏജ് ആവുന്നു, വീണ് പോകുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ പ്രായമായവരുള്ളവർക്ക് നല്ല ലൈറ്റ് ഇടണം, സ്ലിപ്പറി ഫോൾസ് ഒഴിവാക്കണം, മാറ്റ് ഫിനിഷ്ഡ് ഫ്ലോർ ആക്കണം, നല്ല ഫുട്വെയർ കൊടുക്കണം. അതൊക്കെ ബാധിക്കും. ഇനി പ്രിവെൻറ്റിങ് ഫോൾസ്, യൂസ് പ്രോപ്പർ ലൈറ്റിങ്. അതൊക്കെ നമ്മൾ വന്നു. ബാത്റൂമൊക്കെ നല്ല വീഴാത്ത ബാത്റൂം ടൈലൊക്കെ ഇടുക. അവോയ്ഡ് ലൂസ് ക്ലോതിങ് ഓർ ക്ലട്ടർ ഓൺ ദ ഫ്ലോർ. യൂസ് ബ്രൈറ്റ് കളേഴ്സ് ടു മാർക്ക്. സ്റ്റെപ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. അതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഉപകാരമാവും. യൂറിനറി ഇൻകോണ്ടിനൻസ്. ദിസ് ഈസ് വെൻ ഓൾഡർ പീപ്പിൾ ലൂസ് കൺട്രോൾ ഓഫ് ദ ബ്ലാഡർ കൺട്രോൾ നഷ്ടപ്പെടുന്ന അവസ്ഥ. ഡീഹൈഡ്രേഷൻ ഓർ ഇൻഫെക്ഷൻസ്. അപ്പോൾ അവരധികം വെള്ളം കുടിക്കില്ല. ബ്ലാഡർ കൺട്രോളില്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കില്ല. വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരാതെ ഇൻഫെക്ഷൻ ഉണ്ടാകും. ദെൻ ലിമിറ്റഡ് മൊബിലിറ്റി. Limited mobility, trouble reaching the bathroom. Limited mobility, side effects of medications. അപ്പോൾ നമുക്ക് ഓൾഡ് ഏജ് ഫ്രണ്ട്ലി ബാത്റൂംസ് നമ്മൾ മൈൻഡ് ചെയ്യണം. പ്രായമായവരുണ്ടെങ്കിൽ അവർക്കൊന്ന് പിടിച്ച് നടക്കാൻ, പിടിച്ചിരിക്കാൻ, പിടിച്ചെഴുന്നേക്കാൻ ഒക്കെ നമുക്ക്. ഞാൻ ഇന്നാളൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു, ഇവിടെ ഇങ്ങനെയൊന്നും വയ്ക്കാനുള്ള കാശൊന്നും അവർക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, മുകളിലൊരു കമ്പിയില്ല, ആ കമ്പിയിൽ ഒരു കയറ് കെട്ടിയിട്ടേക്ക് അവരുടെ അപ്പന് എനിക്കാൻ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ മണ്ണുള്ള കയറ് കെട്ടിയിട്ട് കെട്ടാക്കി അതൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് ആ പപ്പനെ എഴുന്നേക്കുന്നു. അത് നല്ല പരിപാടിയല്ലേ? കിടക്കുന്നിടത്തും അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. ആരുടെയും സഹായം കൂടാണ്ട് പപ്പനെ എഴുന്നേക്കും. മോൻ ചെയ്ത് കൊടുത്തേക്കണ പണിയാണ്. വരുമ്പോൾ നോക്കൊന്നുമില്ല സിസ്റ്റർ. അപ്പം ഞാനും ജോലിക്ക് പോകുമ്പോൾ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അപ്പൻ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. ഇപ്പം എത്ര കെയർഫുള്ളാണ്. ദെൻ ഇൻക്രീസ് സസെപ്റ്റബിലിറ്റി ടു ഇൻഫെക്ഷൻ. ഓൾഡർ അഡൽട്സ് ആർ മോർ ലൈക്ലി ടു ഗെറ്റ് ഇൻഫെക്ഷൻസ്. പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻ കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിക്കണം.
ഇടയ്ക്ക് നമുക്കൊന്ന് നോക്കണം നല്ലത്. അല്ലെങ്കിൽ സെപ്സിസ് ഒക്കെ വന്നിട്ട് ആൾ പെട്ടെന്ന് മരിക്കാനിട വരും. അറിയില്ല നമ്മൾ. ചെറിയ ചെറിയ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് CRP ലെവലൊക്കെ കൂടി ആകെ സെപ്സിസ് ആവും. അത് നമ്മൾ പെട്ടെന്ന് നോക്കണം. കോമൺ ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ട്യൂബർകുലോസിസ്, സ്കിൻ ഇൻഫെക്ഷൻസ്, ഇതൊക്കെ നമുക്ക് വരാനിടവരും. ഇതിനൊക്കെ പ്രിവെൻഷൻ എന്താണ്? വാക്സിനേഷൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് ക്ലെൻലിനെസ് ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ്. നല്ല വൃത്തിയും വെടുപ്പൊക്കെ പ്രായമായവരുടെ മുറിയിലും സ്ഥലങ്ങളിലും വസ്ത്രങ്ങളിലും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഈ രോഗങ്ങളൊക്കെ കുറയും. ഓൾട്ടേർഡ് പെയിൻ ആൻഡ് ഫീവർ റെസ്പോൺസ്. അടുത്തത്, അഡൾട്ട്സ് മേ നോട്ട് ഫീൽ പെയിൻ or fever as strongly as younger people, which can make it harder to detect illness. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ കുറച്ച് പിള്ളേർക്ക് ഉണ്ടാകുന്ന പോലെ പനിയും എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി അങ്ങനെ പനി വരാനുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അറിയില്ല അവർക്ക് രോഗം വരണം. കുഞ്ഞുങ്ങളെ നമുക്ക് അറിയാൻ പറ്റും. ഇവരെപ്പോഴും ഇങ്ങനെ ക്ഷീണിതരായിട്ട് നടക്കണ കാരണം നമ്മൾ വിചാരിക്കും എങ്ങനെയാണെന്ന്. അവർക്കൊരു വയ്യായി നമ്മൾ പെട്ടെന്ന് ഫോക്കസ് ചെയ്യില്ല. നല്ല ആക്റ്റീവായിട്ടുള്ള ആളുകൾ വയ്യാണ്ടാവുമ്പോൾ കിടക്കുന്നു. അപ്പോൾ നമുക്കറിയാം അവർക്ക് അതാണ് പ്രശ്നമാണ്. കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുടെ വയ്യായ നമുക്ക് മനസ്സിലാവില്ല. അത് ഇൻഫെക്ഷൻസിലേക്ക് നയിക്കും. Altered emotional impact. Hospitalization or big lifestyle changes can cause anxiety and fear in older adults. അപ്പോൾ ആശുപത്രിയിൽ കിടക്കുക, ഇന്നത്തെ ഭയങ്കര ലൈഫ് സ്റ്റൈലാണ്. ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ നല്ല കാശാണ്. 4 ദിവസം കിടന്നാൽ മതി ഒരു ലക്ഷം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഇവർക്ക് ഭയങ്കര ആൻസൈറ്റി ഉണ്ടാക്കും. അതുകൊണ്ട് ന്യായമായ രീതിയിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ജീവിതകാലത്ത്, ഓർമ്മയുള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യുക. അത് വയസ്സാം കാലത്ത് ഉപകാരപ്രദമാകുമെന്ന് കരുതുക. ദൈവമേ വറി ആർക്കും കൊടുക്കാണ്ട് സേവ് ചെയ്യാനല്ല, ആവശ്യത്തിന് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക. ദൈവമേ വറി അബൌട്ട് ബീയിങ് എ ബർഡൻ ടു ദെയർ ഫാമിലി. നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമാവുമല്ലോ എന്ന് തോന്നണം. ചെറുപ്പത്തിലേ തുടങ്ങി തോന്നിയിട്ട് നമ്മളൊരു ഒരുക്കമൊക്കെ നമുക്ക് ആവശ്യം നല്ലതാണ്. പഠിച്ചാലും അത് വീട്ടുകാർക്ക് ഉപകാരമാവും, ജീവിച്ചിരുന്നാലും നമുക്ക് ഉപകാരമാവും എന്ന് ഓർക്കാം. ബീയിങ് ഇൻ ദ ഹോസ്പിറ്റൽ ക്യാൻ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി വയ്ക്കുക, നമ്മളെടുത്ത് വയ്ക്കുക. കൺഫ്യൂഷൻ, ഡിസോറിയൻറ്റേഷൻ, ഡെലീരിയം പോലെയുള്ള ഡിസോറിയൻറ്റേഷനൊക്കെ ഉണ്ടാവും. ഇനി എടുത്തത് ഓർഗൻസ് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുക. എല്ലാ ഓർഗൻസും സ്ലോ ഡൗൺ ആവുകയാണ്. ഇതൊരു മെഷീൻ പോലെയല്ലേ നമ്മുടെ ശരീരം പ്രവർത്തിക്കണേ. ഓരോ അവയവങ്ങൾക്കും ഒരു വ്യക്തമായിട്ടുള്ള റോളും പർപ്പസും ഉണ്ട്. അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാണ്ടായിരുന്ന ആ പർപ്പസ് അവിടെ ഡിലേ ആവും. അപ്പോൾ അവരുടെ ബോഡി ടേക്സ് ലോങ്ങർ ടു ഹീൽ, റെസ്പോണ്ട് ടു ഇൽനെസ്. അവർ ഇൽനെസ്സിലേക്ക് പോകും. സീരിയസ് കണ്ടീഷൻസ് മേ ബിക്കം ഹാർഡ് ടു ട്രീറ്റ്. ഒരുപാട് സീരിയസ് ആയാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാണ്. ആരംഭത്തിലെ കാണുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാം. അസിസ്റ്റീവ് ടെക്നോളജി ഫോർ ദ എൽഡർലി. ഓൾഡർ പീപ്പിൾ പ്രിഫർ സ്റ്റേയിങ് ഇൻ ദയർ ഓൺ ഹോംസ് ഇൻസ്റ്റെഡ് ഓഫ് മൂവിങ് ടു കെയർ ഫെസിലിറ്റീസ്. സാധാരണഗതിയിൽ പ്രായമായ ആളുകൾ ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, ഞാനൊന്നും പോകില്ല. ചിലപ്പോൾ അത് പഴയ വീടായിരിക്കും, അവിടെ മോട്ടർ ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, സൗകര്യങ്ങളുണ്ടാവില്ല, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവില്ല. എന്നാലും അപ്പനെ അവിടെ പോകില്ല. അവരങ്ങനെ പറഞ്ഞൊന്നും നമ്മളങ്ങനെ അപ്പം ഇട്ടിട്ട് പോരുള്ളൂ. നമ്മളവരെ ധൈര്യമായിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളവരെ ഷിഫ്റ്റ് ചെയ്യണം. അവർക്ക് കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ നമുക്ക് മാറ്റണം. അസിസ്റ്റീവ് ടെക്നോളജീസ് ലൈക്ക് സ്മാർട്ട് ഹോം സിസ്റ്റം ഹെൽപ്പ് ദം ലിവ് ഇൻഡിപെൻഡൻ്റ്. അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മോണിറ്ററിങ് അവർക്ക് ഉണ്ടാവണം. ദെയർ മൂവ്മെൻറ്റ്സ് അവരെ അത് കാണാനായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ ആളുണ്ടാവണം. ഇനി സ്മാർട്ട് ഹോംസ് എക്വിപ്ഡ് വിത്ത് ഡിവൈസസ് ടു ട്രാക്ക് ഹെൽത്ത് ആൻഡ് ഇംപ്രൂവ് സെക്യൂരിറ്റി. മൊബിലിറ്റി എയ്ഡ്സ് ടൂൾസ് കിറ്റ്, അതായത് ഇവർക്ക് നടക്കാനും വാക്കറും അങ്ങനത്തെയൊക്കെ സൗകര്യങ്ങളുള്ള വീൽ ചെയർ ഒക്കെ ഉള്ള സൗകര്യങ്ങളുള്ളത് അവൈലബിൾ ആക്കുക. ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പാലിയേറ്റീവ് കെയർ സിസ്റ്റം ഉള്ളതുകൊണ്ട്, ആശാവർക്കർമാരുള്ളതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ കൂടി വളരെ ഭംഗിയായിട്ട് ഒരു പരിധി വരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കേരളം പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഹബ്ബല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏത് പാവപ്പെട്ടവനും ഇന്ന് രോഗം വന്ന ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകും. ഞാൻ ഓർക്കുന്നുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ ഞാൻ പോയപ്പോൾ അവിടെ ആശുപത്രികളേ ഇല്ല, ചെറിയ ചെറിയ ഹെൽത്ത് ക്ലിനിക്കുകളേ ഉള്ളൂ. പുറം രാജ്യങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പോൾ കാനഡ എവിടെയാണെങ്കിലും അമേരിക്കയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഓടിപ്പോയിട്ട് ഒരു ആശുപത്രിയിലേക്ക് പോകാനൊന്നും പറ്റില്ല. അവിടെയൊക്കെ ഗവൺമെൻറ്റിലെ ആളുകളുടെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവർ അനുവദിക്കുന്ന സമയത്ത് മാത്രമേ ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ. ഇവിടെ നമ്മൾ ഏറ്റവും അധികം കാശ് കളയണമെന്ന് കൊടുക്കുന്നതൊക്കെ ഈ ആശുപത്രികളിലാണ്. എന്നാൽ എക്സസൈസിന്, ഫുഡിന്, ഇതിനൊക്കെ നമ്മൾ വളരെ കുറവേ കാശ് ചിലവാക്കുള്ളൂ, ടൈം എടുക്കുള്ളൂ. റോബോട്ട്സ് ഇന്നത്തെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് നമ്മുടെ റോബോട്ടിൻ്റെ കാര്യം കേട്ടു.
അപ്പോൾ റോബോട്ട് അസിസ്റ്റ് വിത്ത് ഡെയിലി ടാസ്ക് ആയിട്ട് പ്രൊവൈഡ് കമ്പാനിയൻഷിപ്പ് എൽഡർ ഗ്രൂപ്പിന് കൊടുക്കുന്നവരുണ്ട്. ചില മക്കൾ പുറത്തുള്ള മക്കൾ അപ്പനമ്മയ്ക്ക് റോബോട്ടിനെ വെച്ച് കൊടുത്തിട്ട് പോയേക്കാണ്. അതെങ്കിൽ അത് അല്ലേ. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ടെക്നോളജീസ് ടു ഹെൽപ്പ് ഓൾഡർ അഡൽട്സ് സ്റ്റേ ഇൻ ടച്ച് വിത്ത് ഫാമിലി. സ്മാർട്ട് ഫോണൊക്കെ അവർ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. അവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കട്ടെ, അത് നല്ലതാണ്. ഇനി ബെനിഫിറ്റ്സ്, ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും, ഐസൊലേഷൻ കുറയും, അവർ കൂടുതൽ സേഫാണ്, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തോന്നും. അതൊക്കെ ഗുണം ചെയ്യും. ഇനി ചലഞ്ചസ് എന്താണ്? ടെക്നോളജി നീഡ്സ് ടു ബി ഈസി ടു യൂസ് ആൻഡ് അഡാപ്റ്റ് ടു ഇൻഡിവിജ്വൽ നീഡ്സ്. ഓരോ ഇൻഡിവിജ്വൽ നീഡ്സിന് പറ്റിയ അഡാപ്റ്റബിൾ ആയിട്ട് ടെക്നോളജീനെ നമ്മൾ ഒരുക്കണം. അതാണ് പ്രൈവസി. അവർക്ക് പ്രൈവസി ഉണ്ടാവണം. കോസ്റ്റ് ആൻഡ് യൂസബിലിറ്റി ആർ കോമൺ കൺസേൺസ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ ഏജിങ്. ദ സെൻസറി രജിസ്റ്റർ. ഏജിങ് റെഡ്യൂസസ് ദ എബിലിറ്റി ടു ഹിയർ, സീ, സെൻസ് തിങ്സ് ക്ലിയർലി. ഇതിനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സെൻസറി സെൻസ് ചെയ്യാൻ പറ്റില്ല. ദിസ് മീൻസ് older people may find it harder to remember or process information if they don't fully perceive it. അവർക്കത് ഇൻഫർമേഷൻ പ്രോസസ്സിങ് അവരുടെ കപ്പാസിറ്റി കുറയും. അപ്പോൾ നമ്മൾ എത്രത്തോളം പറഞ്ഞാലും അവർ ഗ്രഹിക്കുന്നുണ്ടോ നമുക്ക് പിടിയില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ടൈം എടുത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ട വരും. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വഴി നമ്മൾ അത് എല്ലാം ഡിക്ലൈനിങ് അല്ലേ. ആഫ്റ്റർ 40 എല്ലാം ഡിക്ലൈനിങ് ആണ്. ആഫ്റ്റർ 65 എന്ന് പറഞ്ഞാൽ വെരി ഡിക്ലൈനിങ്. അത് മനസ്സിലാക്കണം. ഇനി വർക്കിംഗ് മെമ്മറി. ദിസ് ഈസ് ലൈക്ക് എ ടെമ്പററി സ്റ്റോറേജ് ഇൻ യുവർ ബ്രെയിൻ ദാറ്റ് ഹെൽപ്സ് യുവർ ഹാൻഡിൽ ഇൻഫർമേഷൻ ഇൻ ഷോർട്ട് ടൈം. നമുക്കറിയാം ഷോർട്ട് ടൈം ലോങ് ടൈം മെമ്മറി ഇല്ല. ലൈക്ക് റിമെമ്പറിങ് എ ഫോൺ നമ്പർ ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്. അതാണ് ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ 248 എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ അപ്പോൾ തന്നെ പറയാം 248. സ്പാൻ ഓഫ് അറ്റൻഷൻ വളരെ കൂടുതലുള്ള ഒരു 6, 7, 8 ഡിജിറ്റ് വരെ കാണാണ്ട് പറയും. കുറച്ച് നേരത്തേക്ക് നമ്മൾ ഓർത്ത് വയ്ക്കും. അതിനാണ് ഷോർട്ട് ടൈം. Older adults might find it harder to juggle multiple pieces of information at once. ഒരേ സമയത്ത് പല പീസ് അവർക്ക് കേൾക്കാനോ ഗ്രഹിക്കാനോ അവർക്ക് പറ്റിയെന്ന് വരില്ല. റൈറ്റിംഗ് തിങ്സ് ഡൗൺ ഓർ ഫോക്കസിങ് ഓൺ വൺ ടാസ്ക് അറ്റ് എ ടൈം ക്യാൻ ഹെൽപ്പ്. ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, പല കാര്യങ്ങളും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് തിരിയില്ലെങ്കിൽ നമ്മളൊന്ന് അവിടെ എഴുതി വെക്കുന്ന രജിസ്റ്റർ കീപ്പ് ചെയ്യാം. അപ്പോൾ ആ രജിസ്റ്ററിൽ നമ്മൾ എഴുതി വെച്ചാൽ അവർക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ 10 ദിവസത്തേക്ക് പോകാനിട്ട് അമ്മേ എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, അവരത് ഓർക്കണമെന്നില്ല. നമ്മൾ പോയി കഴിഞ്ഞ് വന്ന് വന്നാലും മോനെ 10 ദിവസത്തേക്ക് നിന്നെ കണ്ടില്ലല്ലോ, ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് വരുമ്പോൾ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും. തലയ്ക്ക് ഓർമ്മയില്ലാത്തതിന് മനുഷ്യനെ കിടന്ന് കുറ്റം പറയാമെന്ന് നമ്മൾ ചീത്ത പറയും. അപ്പോൾ അതിനേക്കാളും നല്ല എന്തോ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി വയ്ക്കുക. അമ്മേ ഞാൻ പോവാണ് കേട്ടോ, ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പോവാണെന്ന്. അമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്മ അത് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഓർമ്മ വരും. അങ്ങനെ വരെ ചെയ്യുന്ന മക്കളുണ്ട്. ഇങ്ങനെയൊക്കെ നന്നായിട്ട് മാതാപിതാക്കൾ നോക്കുന്ന ആളുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ലോങ് ടൈം മെമ്മറി. ദിസ് ഈസ് വെയർ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഫോർ എ ലോങ് ടൈം, ലൈക്ക് നെയിംസ്, ഇവൻറ്റ്സ് ഓർ ഫാക്ട്സ്. ഓൾഡർ അഡൽട്സ് മൈറ്റ് ഫൈൻഡ് ഇറ്റ് ഹാർഡർ ടു റീകോൾ details like names but are generally good at remembering meaningful information or words they have used often. എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേരുകളാണെങ്കിൽ അവർ നന്നായിട്ട് ഓർക്കും. എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നന്നായിട്ട് അവർ ഓർക്കും. ഉപയോഗിക്കാത്തൊക്കെ അവർ മറന്നു പോകും. കൂടെ താമസിക്കുന്ന മോനെ ചിലപ്പോൾ അറിഞ്ഞു വരും, പുറത്തുള്ളവരെ അറിഞ്ഞു വരില്ല. അത് വിചാരിച്ചിട്ട് വിഷമമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ചിലർ തിരിച്ചാണ്, എപ്പോഴും കാണുന്ന ആളെ ഓർക്കുന്നുണ്ടാവും, വലിയ ദൂരത്തുള്ള ആളെ ഓർക്കുന്നുണ്ടാവും. കാരണം എപ്പോഴും മനസ്സിലോർത്തുകൊണ്ടിരിക്കുന്ന അടുത്തില്ലാത്ത ആളെയായിരിക്കും. ആ മെമ്മറി ലൈവായിട്ട് ഇരിക്കുന്നതാണ്. ദെൻ അപ്പോൾ ലോങ് ടൈം മെമ്മറി അവർക്ക് കിട്ടണമെന്നില്ല. പ്രോബ്ലം സോൾവിങ്. ചിലർക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും, പുതിയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല, അങ്ങനെയും കാണാം. ഓൾഡർ പീപ്പിൾ മേ ടേക്ക് മോർ ടൈം ടു സോൾവ് പ്രോബ്ലംസ്. പ്രോബ്ലം സോൾവിങ്ങിന് അവരുടെ സ്കില്ല് കുറഞ്ഞു, അവർ ഒരുപാട് സമയമെടുക്കും. ദേ ഓപ്പൺ റിലേ ഓൺ അഡ്വൈസ്. ഫാമിലിയുടെ അഡ്വൈസ് വേണ്ടി വരും, ഫ്രണ്ട്സിൻ്റെ അഡ്വൈസ് വേണ്ടി വരും. അവർ തന്നെ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കില്ല, മറ്റുള്ളവർ അവരെ ഹെൽപ്പ് ചെയ്യണം. ഡിമെൻഷ്യ, അത് സിവിയർ ലോസ് ഓഫ് മെമ്മറി, ജഡ്ജ്മെൻറ്റ്, പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ അവരുടെ കുറഞ്ഞു. ഇറ്റ്സ് നോട്ട് എ നോർമൽ പാർട്ട് ഓഫ് ഏജിങ്, ക്യാൻ ബി കോസ്ഡ് ബൈ വേരിയസ് ഡിസീസ്. ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത് പ്രായമായിട്ട് മാത്രം വരേണ്ട കാര്യമല്ല, അത് ചെറുപ്പക്കാർക്കും വരാം. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വരാവുന്ന രോഗമാണ് ഡിമെൻഷ്യ. പ്രായത്തിനും വരാം, അത് സിനൈൽ ഡിമെൻഷ്യ. ഇറ്റ് ക്യാൻ ഈവൻ ഹാപ്പൻ ടു യങ്ങർ പീപ്പിൾ, ദോ ഇറ്റ്സ് മോർ കോമൺ ഇൻ ദ ഓൾഡർ ഏജ്. അടുത്ത് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. അതാണ് റിക്സൺ പറയുന്ന ഓൾഡ് ഏജ് ഗ്രൂപ്പ്. 85+, അതാണ് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ.
In old age, people reflect on their lives. Integrity happens when they feel satisfied, accept their choices, and find the meaning in their life. ഈ 85 വയസ്സ് കഴിഞ്ഞാലും നന്നായിട്ട് ജീവിച്ച് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളുകളാണെങ്കിലും എനിക്ക് നല്ല ചുമയുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ചുമച്ച് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തണേ. നല്ല കോൾഡും ചുമയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഈ ക്ലാസ് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ടെടുക്കുന്നതാണ്. അപ്പോൾ ഓൾഡർ ഗ്രൂപ്പിനെ ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ജീവിച്ച് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളുകൾക്ക് ജനറേറ്റിവിറ്റിയിൽ കഴിഞ്ഞ കാലത്ത് ജീവിച്ച അഡൽട്ട്ഹുഡിൽ ലേറ്റർ അഡൽട്ട്ഹുഡിൽ ജീവിച്ച ആളുകൾക്ക് ഓൾഡ് ഏജിൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവും. അവിടെ സ്റ്റാഗ്നൻ്റ് ആയിരുന്ന ആളുകൾ ഇവിടെ ഡെസ്പെയർ ആകും, നിരാശ. ഡെസ്പെയർ ഹാപ്പൻസ് വേണ്ട റിഗ്രറ്റ്, അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, എൻ്റെ മോൻ അതെല്ലാം കൊടുത്തത് കഷ്ടമായി പോയി. ചില പേരൻസൊക്കെ വന്ന് പറയാറുണ്ട് എല്ലാം മോനെ എഴുതി കൊടുത്തു, അവരിപ്പോൾ എന്നെ നോക്കുന്നില്ല, അവരെന്നെ തള്ളിക്കളഞ്ഞു, ഫീൽ ബിറ്റർ അബൌട്ട് ഹൗ ലൈഫ് ടേൺഡ് ഔട്ട്, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ നഷ്ടങ്ങളുടെ കഥകൾ ഓർത്തുകൊണ്ടിരിക്കുന്ന പാരൻസിനെ കണ്ടിട്ടുണ്ട്. അടുത്ത ഡിസെൻഗേജ്മെൻറ്റ് വേഴ്സസ് ആക്ടിവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതാ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. ഡിസെൻഗേജ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അവർ വിചാരിക്കണേ എപ്പോഴും പ്രായമായി കഴിഞ്ഞാൽ എല്ലാത്തിനും മാറി നടക്കണം, ഒറ്റയ്ക്ക് ഇരിക്കണമെന്നാണ്. അത് തെറ്റാണ്. ആക്ടിവിറ്റിക്കാരെന്താ തീരുമാനിക്കണേ, അങ്ങനെ ഒരു ഇല്ല, നമ്മൾ എപ്പോഴും ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. ഇത് രണ്ടും ശരിയല്ല. മറ്റൊരു രീതി, ശരിയായ രീതിയാണ് കണ്ടിന്യൂറ്റി തിയറി. അതെന്താണ് ഇത് എന്ന് പറയുന്നത്? their personality, goals and approach to life don't change much. They adjust their activities. അവർ അഡ്ജസ്റ്റ് ചെയ്യും, സാഹചര്യത്തോട് അഡ്ജസ്റ്റ് ചെയ്യും, പ്രായമാകുന്നതിനനുസരിച്ച് ടോപ്പപ്പ് ചെയ്യും, അഡാപ്റ്റ് ചെയ്യും അതിനോട്. എന്നിട്ട് അവർ സമാധാനമായിട്ട് മുന്നോട്ട് പോകും. Generativity in late adulthood. As people age, they find ways to stay productive and give back to society. This can include working, continuing education, volunteering and maintaining close family relationships. അതായത് പ്രൊഡക്റ്റീവായിട്ട് ഒരാൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അവർ കണ്ടെത്താമെന്നുള്ളതാണ്. അതിനെന്താ, അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെറിയ ജോലി അവർക്ക് പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുക, എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ നിങ്ങളൊക്കെ ഈ കോഴ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മെമ്മറിയിൽ ഡെവലപ്പ് ചെയ്യാനാണ്. ഇത് നിങ്ങൾക്ക് ഏജിങ്ങിനെ വളരെയധികം ലേറ്റ് ആക്കും. അത് ഒത്തിരി നല്ലതാണ്. എന്തെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, പുതിയ അറിവുകൾ. നമ്മൾ വെറുതെ ഇരിക്കരുത്. അത് വളണ്ടിയർ ചെയ്ത് നമ്മൾ ഇനീഷ്യേഷൻ എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ ക്ലോസ് ഫാമിലി റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് കിട്ടി, ഈ ഗ്രൂപ്പിൻ്റെ ബന്ധം നിങ്ങൾക്ക് നിലനിർത്തണം, നല്ലതാണ്. അങ്ങനെ നമ്മൾ കുറേ കൂടി ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ നോക്കുക. പ്രൊഡക്ടിവിറ്റി ഇൻ വർക്ക്, അതായത് വർക്കിംഗ് ഐദർ ബൈ ചോയ്സ് ഓർ നെസസിറ്റി. നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക വർക്ക് ചെയ്യാനായിട്ട്. ആവശ്യമനുസരിച്ച് മാത്രമല്ല, നമ്മൾ തീരുമാനിക്കുക എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യും. ചിലപ്പോൾ പള്ളിയിലൊരു ചാരിറ്റി വർക്കിലായിരിക്കും നമ്മൾ ഇടപെടണേ. Retiring abruptly or being forced out of the work can be difficult, especially for men who may feel a loss of identity. Women might find it easier to adjust. പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ് അഡ്ജസ്റ്റഡ് ആവാൻ, അവർക്ക് ബാലൻസ് ചെയ്യും. കാരണം കുടുംബത്തിൽ ഒരുപാട് റോളുകൾ ഉണ്ടാവും. ആണുങ്ങൾക്ക് അത്ര റോള് കുടുംബത്തിൽ ഉണ്ടാവില്ല. നല്ലോണം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവില്ല. കൃഷിയിലേക്ക് തിരിയുന്ന ആളുകളുണ്ട്, വീട്ടിലെ ജോലികളൊക്കെ അവർ തന്നെ ചെയ്യുക, ഗാർഡനിങ്ങിലേക്ക് തിരിയുന്ന ആളുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ നമ്മൾ ചെയ്യണം. ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാണ്ടിരിക്കാൻ നല്ല കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. ഭർത്താക്കന്മാർ മരിച്ചു പോയാൽ പിന്നെ മക്കൾ ചിലപ്പോൾ പെണ്ണുങ്ങൾക്ക് കാശ് കൊടുക്കുന്നു വരില്ല. ഡ്യൂ ടു സ്മോളർ റിട്ടയർമെൻറ്റ്, ചിലർ നിസ്സാര ജോലിയൊക്കെ ആണെങ്കിൽ റിട്ടയർമെൻറ്റ് സേവിങ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. നല്ല കാലത്ത് ലോണൊക്കെ എടുത്ത് പ്രോവിഡൻറ്റ് ഫണ്ടൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടാവും മക്കളുടെ കല്യാണത്തിന്. അപ്പോൾ പിന്നെ ജീവിതം ദുസ്സഹമാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, കുറച്ച് സ്ഥലമൊക്കെ വിറ്റിട്ടായാലും കുറച്ച് പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനും ഒരു ലൈഫ് ഇൻഷുറൻസ് കൂടാനും ഹെൽത്ത് ഇൻഷുറൻസ് കൂടാനൊക്കെ മനസ്സ് വെച്ച് അങ്ങനെയുള്ളൊരു വഴിയൊക്കെ കാണാൻ. പ്രായമായ മാതാപിതാക്കൾക്ക് ഒരു ലംസം എമൗണ്ട് നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ അവരുടെ പാരൻസിൻ്റെ കയ്യിൽ കൊടുക്കാനും, ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ചാണെങ്കിലും അവർക്കൊരു മിഠായി മേടിക്കാൻ തോന്നുകയാണെങ്കിൽ മിഠായി മേടിക്കാനുള്ള ഒരു കാശ് അവരുടെ കയ്യിൽ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടാകും. എഡ്യൂക്കേഷൻ എൻഹാൻസസ് ദെയർ ക്വാളിറ്റി ലൈഫ് ഈവൻ ഫോർ ദോസ് കെയർ ഫെസിലിറ്റീസ്. അത് എൻഹാൻസ് ചെയ്യും. വളണ്ടിയറിങ് ഫേസ് ടു ഫേസ് ആൻഡ് വെർച്വലി. മെനി ഓൾഡർ അഡൾട്ട്സ് വളണ്ടിയർ. നമുക്കറിയാം ഈ അഡൽട്ട്ഹുഡിൽ നമ്മൾ വളണ്ടിയർ ഓർഗനൈസേഷൻസിലൊക്കെ വളണ്ടിയർ ചെയ്ത് വർക്ക് ചെയ്യണം. നൈബർഹുഡിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ സഹായിക്കാനായിട്ട് നമുക്ക് തയ്യാറാവണം. അങ്ങനെ ഇപ്പോൾ ഒരു നീഡി പേഴ്സണെ കണ്ട അവർക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. നമുക്ക് ചെയ്യാവുന്ന ഇൻ്റലക്ച്വൽ വർക്ക് നമുക്ക് ചില ആപ്ലിക്കേഷൻസ് ഫോംസ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. പാവപ്പെട്ട എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക്
പെൻഷന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ, കുറേ കാര്യങ്ങളുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ അറിവ് നമുക്ക് പങ്കുവയ്ക്കാം, എല്ലാം പങ്കുവയ്ക്കാം. റിലീജിയസ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുക, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ സോഷ്യൽ റിലേഷൻഷിപ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്രാൻഡ് പാരൻറ്റിങ് സ്റ്റൈൽസ് നമ്മൾ കീപ്പപ്പ് ചെയ്യുക, അവരുള്ളിടത്തോളം കുട്ടികളെ എൻഗേജ് ചെയ്യുക. ഇന്ന് നമുക്കറിയാം അതിൻ്റെ പ്രശ്നം റിമോട്ട് ഗ്രാൻഡ് പാരൻസ് ആണ്, കുട്ടികളിൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു പ്രോബ്ലമാണ്. എന്നാലും അവർ സോഷ്യൽ മീഡിയയിലൂടെ അവരെ വിളിക്കാനും അവരെ കണ്ടെത്താനും ഇടയ്ക്ക് ഒരു വീഡിയോ കോളൊക്കെ ചെയ്യാനും ഒരു ഗ്രൂപ്പ് കോളൊക്കെ ചെയ്ത് വീട്ടിലെല്ലാവരും കൂടി ഗ്രൂപ്പ് കോളൊക്കെ ചെയ്യാനായിട്ട് തയ്യാറാവുക. ബർത്ത്ഡേക്ക് നമുക്ക് ഘോഷിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തത് നല്ലതാണ്. Companionate grandparents. They enjoy spending time with their grandchildren, but do not interfere in parenting. Grandparents ചെയ്യാനുള്ള കാര്യം എന്താണ്? ഗ്രാൻഡ് ഇൻവോൾവ് ചെയ്യണം കുട്ടികളുടെ കൂടെ, പക്ഷേ പാരൻറ്റിങ്ങിൽ നിങ്ങൾ ഇടപെടില്ല, പ്രായമായാലും ഇടപെടില്ല. കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ കുട്ടികളെ വളർത്തട്ടെ. More like friends, providing support and companionship with their taking control. കൺട്രോൾ എടുക്കാൻ തന്നെ കുട്ടികളെ പോലെ അവരോട് ഇടപെടാൻ നമുക്ക് പറ്റണം. ഇൻവോൾവ് ഗ്രാൻഡ് പാരൻസ്. ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദെയർ ഗ്രാൻഡ് ചിൽഡ്രൻസ് ലൈഫ്, സംടൈംസ് ഈവൻ ലിവിങ് വിത്ത് ദം. അവരുടെ കൂടെ ജീവിക്കാൻ, അവരോട് ഇടപഴകി ജീവിക്കാം. Marriage and divorce. Marriage improvement. As couples age, their marriage often improves due to reduced emotional intensity and conflicts. കപ്പിൾസ് വളരും തോറും അവരുടെ ഇമോഷണൽ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാം. ഡ്യൂ ടു റെഡ്യൂസ് എന്താണ് ഇൻറ്റൻസിറ്റി ആൻഡ് കോൺഫിഡൻസ്. അവരുടെ മാരേജ് ഇമ്പ്രൂവ് ചെയ്യാൻ കാരണമാവും. അതുകൊണ്ട് അവരുടെ ഇമോഷണൽ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റൊക്കെ കുറഞ്ഞൊരു ബാലൻസ്ഡിലായി. അതുകൊണ്ട് അവർ കോൺഫ്ലിക്റ്റൊക്കെ കുറഞ്ഞ് ഡിവോഴ്സിൻ്റെ റേറ്റ് കുറയും. പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു പ്രതിഭാസം കാണുന്നുണ്ട്, ഗ്രേ ഡിവോഴ്സ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ നല്ലത്. 60 കഴിഞ്ഞവരുടെ ഇടയിലും ഡിവോഴ്സ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇന്നൊരു സത്യം. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ചിലർ 50 ലക്ഷം നഷ്ടപരിഹാരം, 1 കോടി നഷ്ടപരിഹാരമൊക്കെ ചോദിച്ചിട്ടാണ് ഡിവോഴ്സ് കൊടുക്കുന്നത്. അത് നല്ല കാലത്തൊന്നും ജനിച്ചിട്ടൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ പ്രായമായി മരിക്കുന്നതിന് കുറച്ച് കാശ് സ്വന്തം പേരിൽ കിട്ടാനുള്ള കാര്യമാണ് പറയുന്നത്. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയാൾ നോക്കിക്കോളാം എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന പെണ്ണുങ്ങളെ ഞാൻ പറയുന്നത്. അപ്പോൾ കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഈ അപ്പൻ അമ്മയ്ക്കൊന്നും കൊടുക്കില്ല, ഒക്കെ മക്കളുടെ പേരിൽ എഴുതി വെച്ചിട്ടാവും. മക്കളാണെങ്കിൽ അമ്മയില്ല, ആരുമില്ല, അവർ പുറത്തായിരിക്കും. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ചിൽഡ്രൻ ഹാവ് ഗ്രോൺ, ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ യൂഷ്വലി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ലീഡിങ് ഫീവർ ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യാൻ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യം റെസ്പോൺസിബിലിറ്റി എടുത്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ടെൻഷൻസ് കുറയും. അത് ഓർക്കുക. Gender difference. Women may feel burdened by caregiving responsibilities, especially if their husband is ill. അതായത് ഭർത്താവ് രോഗിയാണെങ്കിൽ സ്ത്രീകൾ ഓവർബേൺഡാവും, അവർക്ക് ബേർഡനാവും, അവർക്ക് വേദനിച്ചുണ്ടാവും. എന്നാൽ സ്ത്രീ രോഗിയായാലും ഭർത്താക്കന്മാർ അങ്ങനെയാവുന്നത് വളരെ കുറവാണ്. കാരണം ഭർത്താക്കന്മാർക്ക് നമ്മുടെ നാട്ടിലെ ഏജ് കൂടുതലാണ്, നമുക്ക് കൂടുതലും പ്രായമാവുന്ന ഭർത്താക്കന്മാരാണ് മരിക്കുന്നത്. They may also take on role of organizing activities, adjusting to their spouse new routine. അതൊക്കെ ഒരു ടെൻഷനാണ്. Physical intimacy. Older couples may still engage in physical affection, but focus more on activities like cuddling, emotional closeness rather than sexual intercourse. Sexual intercourse അപ്പുറത്ത് ലൈംഗിക കളികൾ, ഇൻറ്റിമേറ്റ് കളികൾ ഈ ഓൾഡ് കപ്പിൾ തമ്മിൽ ഉണ്ടാകുന്നത് ഫിസിക്കൽ ഇൻറ്റിമസി കൂട്ടാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് ഡോപാമിൻ്റെ അളവ് കൂട്ടും. അത് അവരുടെ ജീവിതത്തെ കുറച്ചുകൂടി സന്തോഷകരമാണ്. അതിന് ഓൾഡ് ഏജ് കപ്പിളിനെ നമ്മൾ ഒരുമിച്ച് നിർത്തണം. ചില കുട്ടികളുടെ ഒരു ഇതുണ്ട്, 6 മാസം അപ്പനെയും അമ്മേനെയും മാറ്റുക. അവർക്ക് പുറത്ത് ജീവിക്കാൻ എളുപ്പത്തിന് കുട്ടികൾ വരുമ്പോൾ വീട്ടിലാളുണ്ടാവാൻ 6 മാസത്തേക്ക് അപ്പനെ കൊണ്ടുപോയി, കഴിഞ്ഞാൽ അപ്പനയുടെ കുടുംബം തള്ളി അമ്മേനെ കൊണ്ടുപോയി. എന്തൊരു കഷ്ടമുണ്ട്. അപ്പോൾ ഈ പ്രായമായവർക്ക് അവരുടെ നീഡ്സ് ഇല്ലേ? അപ്പം ഞാൻ പറയും പാരൻസിനോട്, നിങ്ങൾ പോകരുത്, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണമെങ്കിൽ 2 ആളെ കൂടി അവരോട് കൊണ്ടുപോകാൻ പറയും. അതാണ് ചൂടിശ്ശേരി വിഡോ ലൂസിങ് സ്പൗസ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് വളരെ ദുഃഖമുള്ള കാര്യം. പ്രത്യേകിച്ച് ആണുങ്ങൾ ഇരുന്നിട്ട് പെണ്ണുങ്ങൾ മരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖമായിരിക്കും. ലൈക്ക് സ്ട്രോങ് സോഷ്യൽ നെറ്റ്വർക്ക് അപ്പോൾ അവർക്ക് ഉണ്ടാവുന്നതിന് അവർക്കൊക്കെ ചെയ്യാനായിട്ട്
and stronger social network. Financial difficulties can arise if their late husband manage finances. Widows are less likely to be married due to societal expectations female available men. പെണ്ണുങ്ങളധികം കല്യാണം കഴിച്ച് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. നാടും പെണ്ണൊക്കെ സെക്കൻഡ് മാരേജിന് തുനിയുന്നുണ്ട്. എന്നാലും മെജോറിറ്റി പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാതെ നിൽക്കുന്നുള്ളൂ. ആണുങ്ങളാണല്ലോ അധികം നിൽക്കുന്നത്. ഞാൻ ഈ എറണാകുളത്ത് തന്നെ ഞങ്ങളുടെ രൂപതയിൽ നോക്കിയിട്ട് 25,000 പെണ്ണുങ്ങൾ വിഡോസ് കൊടുത്തു. 3000 വിഡോവേഴ്സുകളുണ്ട്. അപ്പോൾ എന്ത് വ്യത്യാസമാണ് നോക്കി. അപ്പോൾ സ്ത്രീകളും ഭൂരിഭാഗം കല്യാണം കഴിക്കാൻ സഹിച്ചു പിടിച്ച് അവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ അവരെ തന്നെ പഠിക്കും. ഇമോഷണൽ ചലഞ്ചസ് ലോൺലിനെസ് ഈസ് കോമൺ എസ്പെഷ്യലി ഫോർ വുമൺ. ഏകാന്തത അത് അവരെ സോഷ്യലി ഐസൊലേറ്റ് ചെയ്യും. ഇമോഷണൽ സ്ട്രഗിൾസ് ഉണ്ടാകും. ആണുങ്ങൾക്കാണെങ്കിലോ ഡെസ്പെയർ നിരാശയാണ്. നിരാശ ഡിപ്രഷൻ ആണുങ്ങൾക്കുണ്ടാകും. സംടൈംസ് റിസൾട്ടിങ് ഇൻ ഹൈ സൂയിസൈഡ് റേറ്റ്സ്. 45 വയസ്സ് കഴിഞ്ഞിട്ട് സൂയിസൈഡ് റേറ്റ് കൂടുന്നുണ്ട്. അതിനൊരു കാരണം പെണ്ണുങ്ങൾക്ക് സൂയിസൈഡ് റേറ്റ് കുറവാണ് ഈ ഏജിൽ. കാരണം അവർ കുറേ കൂടി സഹിച്ച് പിടിച്ച് ജീവിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ട്. ആണുങ്ങൾക്ക് ഉണ്ടാവില്ല. കൂടുതൽ അവർ ബാധിക്കും. This section highlights the emotional and practical adjustment needed for aging individuals to navigate these challenges effectively. Elderly abuse. What is elderly abuse എന്ന് പറയുന്നത്? Mistreatment of older adults, which can occur in setting like nursing homes, even within families. Even nursing homes, old age homes, ചിലപ്പോൾ അവരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അതാണ് എൽഡർലി അബ്യൂസ് പറയുന്നത്. ഫിനാൻഷ്യൽ അബ്യൂസും എക്സ്പ്ലോയിറ്റിംഗ് ദ എൽഡർലി ഫോർ മണി ഓർ പ്രോപ്പർട്ടി. നെഗ്ലക്ട്, ഫെയിലിംഗ് ടു പ്രൊവൈഡ് പ്രോപ്പർ കെയർ. പ്രോപ്പർ കെയർ കൊടുക്കാതിരിക്കുക, ഫുഡ് കൊടുക്കാതിരിക്കുക, ആവശ്യത്തിന് മരുന്ന് കൊടുക്കില്ല, ഹൈജീൻ നോക്കില്ല. അപ്പോൾ അവർക്ക് വിക്ടിംസായി. എൽഡർലി ഇൻഡിവിജ്വൽസ് ഹു ആർ ഫ്രെയിൽ ഇംപയർഡ് ഡിപ്പെൻഡൻ്റ് ഓൺ അതേഴ്സ്. അവർ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഇരകളായിട്ട് മാറുന്നു. ഓപ്പൺ ഫാമിലി മെമ്പേഴ്സ് ഓഫ് കെയർ ഗിവേഴ്സ് അബ്യൂസേഴ്സ് ആയിട്ട് മാറും. സ്വന്തക്കാരെ എന്നെ കൊല്ലുന്ന അവസ്ഥ വരെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. വിക്ടിം ആർ ഓപ്പൺ ഹെസിറ്റന്റ് ടു റിപ്പോർട്ട് അബ്യൂസ്. ഈ അബ്യൂസ് നടന്നാലും മോൻ എന്നെ തല്ലി, മോൻ എന്നെ കൊല്ലാൻ നോക്കി, നീ അമ്മ ഒരിക്കലും പറയില്ലേ, അപ്പം ഒരിക്കലും പറയില്ല. അപ്പോൾ അവർക്ക് പുറം ലോകം അറിയണമെന്നില്ല. അത് സൈക്കിൾ. ലീഗൽ ആക്ഷൻ ക്യാൻ ബി സ്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും ലീഗൽ ആക്ഷനൊന്നുമില്ല. കയ്യിലുള്ളവർ കാര്യക്കാരാണ്, ചെറുപ്പക്കാരാ മക്കളെ ഫോഴ്സ് ചെയ്ത് കാശ് കൊടുത്ത് അതൊക്കെ അതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ലീഗൽ ജസ്റ്റിസ് നമുക്കില്ല. ഈ നാഷണൽ പോളിസീസ് ഓൾഡർ പേഴ്സൺസിന് ഉപകാരപ്രദമായിട്ടൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം പ്രാക്ടിക്കലാകുന്നുണ്ട്, പ്രാബല്യത്തിൽ വരുന്നുണ്ടെന്നുള്ളത് വേറെ കാര്യം. കറണ്ട് ചലഞ്ചസ്. The erosion of the traditional joint family system ഇന്ന് ബ്രേക്ക് ചെയ്തു. ന്യൂക്ലിയർ ഫാമിലിയായി പ്രായമായവരൊക്കെ ഹോമിൽ ഉണ്ടാക്കുക, കെയർ ഹോമിലാക്കുക. ഒരു തരത്തിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിൽ തന്നെ ഇരുന്ന് കൊടുക്കുന്നതിനേക്കാളും അങ്ങനെ ഓൾഡേജ് ഹോമിലല്ല, ഒരു സീനിയർ സിറ്റിസൺ ഹോമിൽ ഉണ്ടാക്കുന്നത് അവർക്ക് കുറച്ചും കൂടി ഉപകാരപ്രദമാണ് എന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് പോളിസി അതൊക്കെ നിങ്ങൾ വായിച്ചു വയ്ക്കാൻ മതി. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഒക്കെ വായിച്ചു നോക്കാം. ഇന്ത്യ അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് റോളുണ്ട് അല്ലേ? പ്രായമായവരെ, തങ്ങളുടെ പ്രായമായ സീനിയർ സിറ്റിസൺസിനെ നോക്കാൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. അതിനൊരു കാര്യമാണ് റിവേഴ്സ് മോർട്ടേജ് സിസ്റ്റം. ഇത് പല പ്രായമായവർക്ക് അറിയില്ല. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഇവർ സ്വത്ത് നോട്ട് പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാനുള്ള വകുപ്പുണ്ട്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, വീട് മാത്രമേ ഉള്ളൂ, വീട് അപ്പൻ്റെ പേരിലിരിക്കുന്നത്. ഇവർ നേരെ നമ്മളെ നോക്കുന്നില്ല. വീട് കൊണ്ടുപോയി ബാങ്കിൽ പ്രിന്റ് ചെയ്തിട്ട് അവരോട് പറയണ അതിൻ്റെ ആധാരം കൊണ്ട് കൊടുക്കുന്നെങ്കിൽ എല്ലാ മാസം 5000 രൂപ തരണം ചിലവിനാണ്. ഇപ്പോൾ ബാങ്ക് അതിനൊരു വില ഇട്ടിട്ട് അതിൻ്റെ ഒരു ഭാഗം
മക്കൾക്ക് ആവശ്യമുള്ള രൂപ മാസം മാസം മാറ്റി കൊടുക്കും. മക്കൾ അറിയണമെന്നില്ലല്ലോ. റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ അപ്പനെ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ കൂടി വരും വീട് സ്വന്തമാക്കാനായിട്ട്. അപ്പോഴാണ് അറിയാം ആധാരം ഇല്ലാന്ന്. അപ്പോൾ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ പറയും ശരിയാണ്, നിങ്ങൾ ആരും അപ്പനെ നോക്കിയില്ല, നിങ്ങൾ പുറത്തുള്ളായിരുന്നോ? അപ്പം എല്ലാ മാസം ഞാൻ ബാങ്കിൽ ഇത്ര ഡോക്യുമെൻറ്റ്സ് കൊണ്ട് കാണിച്ച് ഇത്ര രൂപ നിങ്ങൾക്ക് അടച്ചാൽ ആധാരം തരാം. അങ്ങനെ റിവേഴ്സ് മോർഗേജ് സിസ്റ്റം ഉണ്ടെന്ന് പഠിപ്പിക്കണം. അത് സെക്യൂർ ആൻഡ് സ്റ്റഡി ഇൻകം ഡ്യൂറിംഗ് ഇയറിൽ കിട്ടാനായിട്ട് കാരണമാവും. എല്ലാ മാസവും എനിക്ക് ഇത്ര രൂപ കിട്ടാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. ന്യൂ പെൻഷൻ സ്കീം നമുക്കറിയാം, നമ്മൾ എത്ര രൂപ ഇടുന്നു അത്രയും രൂപ ഗവൺമെൻറ് ഇടും. അപ്പോൾ നമുക്ക് പറ്റിയ രീതിയിലുള്ള ഒരു പെൻഷൻ സ്കീം നമ്മൾ എടുക്കുക. ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ പ്രൊവൈഡ്സ്. ഗവൺമെൻറ് ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് ഉണ്ട്, ബ്ലഡ് ചെക്കപ്പ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പല സ്റ്റേറ്റിലും പലതരത്തിലുണ്ട്. ട്രാവൽ, സീനിയർ സിറ്റിസൺ ഡൽഹിയിലൊക്കെ ഒന്ന് ഫ്രീ ആണ് യാത്ര, പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ്. അതുപോലെയൊക്കെ നമുക്ക് കൺസെഷൻസ് ഉണ്ട്. സീനിയർ സിറ്റിസൺ നമുക്കറിയാമല്ലോ, ട്രെയിനൊക്കെ കൺസെഷൻ ഇല്ല. ഇന്ത്യൻ റെയിൽവേ ഓഫേഴ്സ് 30% ഡിസ്കൗണ്ട്. അത് പിടിച്ചു വളർത്തുന്ന തോന്നുന്നു. ഫ്ലൈറ്റിന് 50% ഉണ്ടായിരുന്നു ഫോർ സീനിയർ മെൻ, അത് കളഞ്ഞതാണ്. ഇന്ത്യൻ എയർലൈൻസ് പ്രൊവൈഡ് 50% ഡിസ്കൗണ്ട് ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെയില്ല തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഗവൺമെൻറ്. ബാങ്കിങ് അവരുടെ പേരിൽ ഡെപ്പോസിറ്റ് ഇട്ടാൽ പലിശ കൂടുതൽ കൊടുക്കുക, അങ്ങനെ ഒരു സ്കീം ഉണ്ടായിരുന്നു. ഹൗസിങ് സ്കീം ഉണ്ട്. ചെറിയ പലിശയ്ക്ക് അവർക്ക് കാശ് കൊടുക്കും. മിസ്ലേനിയസ് ലീഗൽ കേസസ് ഇൻവോൾവിംഗ് സീനിയർ സിറ്റിസൺ ആർ ഗിവൺ പ്രയോറിറ്റി ടു ഓപ്ഷൻ ഫാസ്റ്റർ റിസോൾവ്. അന്നപൂർണ സ്കീമിലെ ഗവൺമെൻറ് 10 kg ഫ്രീ ഫുഡ് വെയിറ്റ്സ് വരും. ഇതൊക്കെ വെച്ചിട്ട് അഡ്രസ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഹൗസിംഗ് റിക്രിയേഷൻ നീഡ്സ് ഓഫ് എൽഡർലി പീപ്പിൾ ഇൻ ഇന്ത്യ. അത് നമുക്ക് ഉപകാരപ്രദമാണ്. ലെറ്റ്മിനോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ അഡൽട്ട് കുട്ടിനെ കുറിച്ച് നിങ്ങൾ നോക്കുക. ഈ ജനിച്ചപ്പോൾ തുടങ്ങി ഇതൊരു വെൽ ഷേപ്ഡ് കർവാണ് ലൈഫ് സ്പാൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഡെവലപ്മെൻ്റൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ജനിച്ചാൽ തുടങ്ങി ഒരു 40 വയസ്സ് വരെ മുകളിലേക്ക് വളരും. പിന്നെ ഒരു പ്ലാറ്റ്യൂ ആണ് 50 വരെ. 50 തുടങ്ങി പതുക്കെ താഴേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ സ്റ്റിൽ ഡെത്തിലേക്ക് പോകാം. അതാണ് വെൽ ഷേപ്ഡ് കർവാണ് ഡെവലപ്മെൻ്റൽ സ്റ്റേജസ്. അതാണ് ഈ റോക്കി ടയർ എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തെ സഹായിക്കാൻ, നമ്മുടെ ചുറ്റുപാടുകളെ സഹായിക്കാൻ, നമ്മളോടൊപ്പം ഇടപെടുന്നവരെ സഹായിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഒരു വഴിവിളക്കായിട്ട് സൂക്ഷിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലോണം പഠിക്കുക, നല്ലോണം ഒരുങ്ങുക. പരീക്ഷയ്ക്ക് നിസ്സാര ദിവസമേ ഉള്ളൂ. ഇനിയുള്ള ദിവസം ഒരുമിച്ച് വന്നോ, കളിച്ചിരുന്നോ, പഠിക്കാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഉത്തരം എഴുതി അതൊക്കെ പഠിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി ഒരു ദിവസം ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് നേരത്തെ എനിക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസ് തരിക. ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. അപ്പം ഞങ്ങൾ കാണുമ്പോൾ അതിനുള്ള ഉത്തരം എല്ലാവരും ഒരാളുടെ സംശയം ബാക്കി എല്ലാവർക്കും തീർക്കാൻ അങ്ങനെ ചെയ്യും. എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, പഠിക്കുക, അറിയുക, നല്ല മിടുക്കരായിട്ട് പരീക്ഷ എഴുതുക. സോ ഗുഡ് ബൈ. ഇക്കൊല്ലത്തെ ക്ലാസ്സുകൾ ഇന്നത്തോടു കൂടി തീരുകയാണ്. Thank you, sister. Okay. Bye bye. Bye. Good night. Okay. ഇല്ല പോയിട്ടില്ല. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആ പുസ്തകത്തിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരുള്ളൂ. ഓരോ ചാപ്റ്ററിന്റെ ബാക്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അങ്ങ് പഠിച്ചാൽ മതി. അതിൽ ഷോർട്ട് നോട്ടോ ലോങ് ക്വസ്റ്റ്യനോ ഒക്കെ ആയിട്ട് വരാനാ സാധ്യത. മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ഇല്ല. ആ ഹെഡിങ് തന്നെയാണ് അവർ ചോദ്യമായിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് വരാൻ വഴിയില്ല.